السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. ബഹുമാന്യരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തൗഹീദ് ഇസ്ലാമിലെ ജീവൻ എന്ന പ്രമേയത്തിൽ ഡിസംബർ 15 വേങ്ങര ടൗണിൽ സംഘടിപ്പിക്കുന്ന മുജാഹിദ് ആദർശ സമ്മേളനമാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. അൽഹംദുലില്ലാഹ്. ഇതിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേങ്ങര മണ്ഡലം മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സമിതി പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ആദർശ പ്രബോധന പ്രഭാഷണങ്ങളും കുടുംബ യോഗങ്ങളും പ്രവർത്തക കൺവെൻഷനുകളുമെല്ലാം ഇതിന്റെ ഭാഗമായി നടക്കും ഇൻഷാ അല്ലാഹ്. ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും നേരിൽ കണ്ട് ഈ ഒരു സമ്മേളനത്തിലേക്ക് ക്ഷണിക്കണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് ആ ദൗത്യം ആരംഭിച്ചു. ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ന് രാവിലെ നടന്ന ദഅ്വ സ്ക്വാഡിന്റെ ഭാഗമായി 600-ലേറെ വീടുകളാണ് ഇന്ന് ഇവിടുത്തെ പ്രവർത്തകന്മാർ സന്ദർശിച്ചത്. അവിടെയെല്ലാം നേരിട്ട് കയറി പരിചയപ്പെട്ട് ഈ ഒരു സമ്മേളനം ഔദ്യോഗികമായി അറിയിച്ച് എന്താണ് ഇതിനൊരു സമൂഹത്തെ കൈമാറുന്നത് എന്ന ആശയം ഉൾക്കൊള്ളുന്ന ചില ലഘുലേഖകളും പുസ്തകങ്ങളും അടക്കം കൈമാറി ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്കും ഡിസംബർ 15 സമ്മേളനത്തിലേക്കുമെല്ലാം ഇന്ന് ക്ഷണിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇന്നു മുതൽ അങ്ങോട്ട് വളരെ വ്യവസ്ഥാപരമായ ധാരാളം പ്രവർത്തനങ്ങൾക്ക്
രൂപം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഡിസംബർ 1 അതിവിപുലമായ ഒരു വനിതാ സമ്മേളനം വേഗം ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പ്രോഗ്രാമുകൾ വെക്കുന്നുണ്ട്. നവംബർ 24 ഊരകത്ത് വെച്ച് വിപുലമായ മറ്റൊരു പഠന സെഷൻ നാം സംഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഡിസംബർ 15 വരെയുള്ള ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാം പൂർത്തീകരിക്കാൻ ലക്ഷ്യം നേടാൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രമേയമായി തിരഞ്ഞെടുത്തത് തൗഹീദ് ഇസ്ലാമിലെ ജീവൻ എന്ന സന്ദേശമാണ്. എന്തിനാണ് അങ്ങനെ സന്ദേശം ഇവിടെ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്? ലോകത്തിന്റെ സൃഷ്ടാവുണ്ട് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, ഉണ്ടാകാൻ വഴിയില്ല. എങ്കിൽ നമ്മളൊക്കെ സൃഷ്ടികളാണ്. സൃഷ്ടികളായ നമ്മൾ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. അവന് മാത്രമാണ് എല്ലാ ഇബാദത്തുകളും സമർപ്പിക്കേണ്ടതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന ആശയം തന്നെ. ലോകത്തിൽ പക്ഷേ പലതിനെയും ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ പലതിനുമായി സമർപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം അതാത് പ്രദേശങ്ങൾ, അതാത് രാജ്യങ്ങൾ നൽകുന്നുണ്ടായേക്കാം. പക്ഷെ അതിനപ്പുറത്ത് ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും ആകാശഭൂമികളെയും എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങൾ സൃഷ്ടിച്ചവനെയാണ് എന്ന്. യാ അയ്യുഹന്നാസ് വഅബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് ഖുർആനിന്റെ ആഹ്വാനം. വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ കൽപ്പന ഈ ഒരു ആയത്താണ്. സൂറത്തുൽ ഫാത്തിഹ മുതൽ നമ്മൾ ഓതി തുടങ്ങിയാൽ ആദ്യമായി വിശുദ്ധ ഖുർആനിൽ ഒരു കൽപ്പനയുള്ളത് മനുഷ്യകുലത്തോടുള്ള ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ സൂറത്തുൽ ബഖറയിലെ 21ാമത്തെ ഈ ഒരു ആയത്താണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. മുസ്ലിമീങ്ങളെ എന്നല്ല, ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഒന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ രക്ഷിതാവിനെയാണ്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ രക്ഷിതാവിനെയാണ്. ആരാ രക്ഷിതാവ്? നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ. എത്ര വ്യക്തമായ ആശയമാണ്. ഒരു മനുഷ്യനും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഒരു വഴിയുമില്ലാത്ത ഒരു ആശയം. ലോകത്ത് ഏത് രാജ്യത്ത് ജീവിക്കുന്നവനും, ഏത് ഭാഷ സംസാരിക്കുന്നവനും, ഏത് ആദർശമുള്ളവനും, ഏത് ജാതി, ഏത് മതത്തിൽപ്പെട്ടവനും എല്ലാവരെയും ഒന്നിച്ചു വിളിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് മനുഷ്യരെ നിങ്ങൾ സൃഷ്ടിച്ചവരാരോ അവരെ നിങ്ങൾ ആരാധിക്കുക. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങൾ സൃഷ്ടിച്ച രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ. മാത്രമല്ല അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അവനാണ് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി തന്നവൻ, അവനാണ് ആകാശത്തെ ഒരു മേൽക്കൂര പോലെ സംവിധാനിച്ചവൻ, അവനാണ് ആ ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കിയവൻ, അവനാണ് ആ വെള്ളം നിമിത്തമായി ഇവിടെ ജീവജാലങ്ങൾ ഉൽപ്പാദിപ്പിച്ചവൻ. ഇതെല്ലാം ചെയ്തവനാരോ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച, മഴ വർഷിപ്പിച്ച, ആ മഴ നിമിത്തമായി ഇവിടെ ഭക്ഷ്യപദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിച്ച സൃഷ്ടാവാരാണോ ആ സൃഷ്ടാവിനെ ആരാധിക്കുക എന്ന് അല്ലാഹു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ,
അല്ലാഹു തആല നിങ്ങൾ തുല്യന്മാരെ ഉണ്ടാക്കരുത്, പങ്കുകാരെ സ്ഥാപിക്കരുത്, സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, ഇതെല്ലാം അറിയുന്നവരായിരിക്കെ. ആകാശം പടച്ചതാരാ? അല്ലാഹു തആല. ഏത് മനുഷ്യൻ സമ്മതിക്കും? എവിടെ പോയി ആരോട് പ്രാർത്ഥിക്കണ്ട, എന്തിനാരാധിക്കണ്ട, ഏത് മനുഷ്യനോടും, ഈ ഒന്നിനെയും ആരാധിക്കാത്ത മനുഷ്യനോടും ചോദിക്കുക, ആരാ ആകാശം പടച്ചത്? ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യന്റെയോ ഏതെങ്കിലുമൊക്കെ അവന്റെ ദൈവമായി കാണുന്ന ഏതെങ്കിലുമൊക്കെ അവതാരങ്ങളുടെയോ പേരവൻ പറയില്ല. എങ്കിൽ ആരാണോ ആകാശം പടച്ചത്, ആരാണോ ഭൂമിയെ പടച്ചത്, ആരാണോ എല്ലാം സംവിധാനിച്ചത്, ആരാണോ സംരക്ഷിക്കുന്നത്, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ആരാധനയായി കണക്കാക്കാവുന്ന ഏതെല്ലാം ഉണ്ടോ അതെല്ലാം പടച്ച റബ്ബിനു മാത്രം. എങ്കിൽ എന്താണ് ആരാധന, എന്താണ് ഇബാദത്ത്? പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങൾ കാണാം. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാഹു മിൻ അഖ്വാലി വൽ അഫ്ആലി അല്ലാഹിറതി വൽ ബാത്തിന. അതാണ് ഇബാദത്ത്. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാഹു, അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ വാക്ക് പ്രവൃത്തികളും അതെല്ലാം പറയുന്ന പേരാണ് ഇബാദത്ത്. സുബ്ഹാനല്ലാഹ് ചൊല്ലൽ ഇബാദത്താണ്, അൽഹംദുലില്ലാഹ് ഇബാദത്താണ്, അല്ലാഹുവോട് പ്രാർത്ഥിക്കൽ ഇബാദത്താണ്, സുജൂദ് ഇബാദത്താണ്, തവാഫ് ഇബാദത്താണ്. ഇങ്ങനെ അല്ലാഹു തആലക്ക് തൃപ്തിയുള്ള, അവൻ ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ വാക്കും പ്രവൃത്തിയുമുണ്ടോ അതെല്ലാം പറയുന്ന പേരാണ് ഇബാദത്ത്. മിൻ അഖ്വാലിൽ ളാഹിറ വൽ ബാത്തിന, പ്രത്യക്ഷമായ വാക്കാണെങ്കിലും പരോക്ഷമായ വാക്കാണെങ്കിലും ശരി, പ്രത്യക്ഷമായ ചെയ്തിയാണെങ്കിലും പരോക്ഷമായ ചെയ്തിയാണെങ്കിലും ശരി, അഥവാ കൈയും കാലും കൊണ്ട് ചെയ്താണെങ്കിലും കൽബ് കൊണ്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും സ്നേഹം ഇബാദത്തായി മാറും, ഭയം ഇബാദത്തായി മാറും, പ്രതീക്ഷ ഇബാദത്തായി മാറും. അതൊക്കെ പരോക്ഷമായ പ്രവൃത്തികളാണ്. ഇങ്ങനെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ എല്ലാ വാക്കുപ്രവൃത്തികളും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഏതെല്ലാം ഉണ്ടോ അതെല്ലാം പറയുന്ന പൊതുവായ പേരാണ് ഇബാദത്ത്. എങ്കിൽ യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ ഇത്തരം ഇബാദത്തുകളെ, ആരാധനകളെ നിങ്ങൾ സമർപ്പിക്കേണ്ടത് നിങ്ങൾ സൃഷ്ടിച്ചവരാരാണോ അവന്റെ മുമ്പിൽ മാത്രമാണ്. ആകാശത്തെ പടച്ചവരാരോ, ഭൂമിയെ സൃഷ്ടിച്ചവരാരോ, ഈ കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മുഴുവനും സംവിധാനിച്ചവരാരാണോ, മഴ വർഷിപ്പിക്കുന്നവരാരാണോ, വെള്ളമിറക്കുന്നവരാരാണോ, അതേപോലെ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരാരാണോ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം. ബാക്കിയെല്ലാം ഇതിന്റെ പിറകിൽ വരുന്നതാണ്. 5 നേരം നമസ്കാരമാണെങ്കിലും, റമദാൻ മാസം നോമ്പാണെങ്കിലും, സക്കാത്തും ഹജ്ജുമാണെങ്കിലും, മറ്റു ഏത് ആരാധനാ കർമ്മങ്ങളാണെങ്കിലും അതെല്ലാം ഇതിന്റെ പിറകിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതാണ് അടിസ്ഥാനം. അതുകൊണ്ടാണ് തൗഹീദ് ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയുന്നത്. ജീവനാണല്ലോ ഏറ്റവും പ്രധാനം. ഏറ്റവും പ്രധാനം ജീവനാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഒരാള് ഒന്നാകെ പൊടിപൊടിയായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ ആദ്യം നോക്കല് കയ്യിന്റെ പൊട്ടോ കാലിന്റെ ഒടിവോ ഒന്നുമല്ല, തലയ്ക്ക് വല്ല പരിക്കും പറ്റോ, മാരകമായ വല്ല പരിക്കുമുണ്ടായിട്ടുണ്ടോ, ജീവൻ രക്ഷിക്കാൻ പറ്റുമോ, അതാണ് ആദ്യം നോക്കുക. കാരണം ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയാൽ ബാക്കി പരിക്കൊക്കെ മാറിയെന്ന് കുഴപ്പമില്ല. അതേസമയം തല ചെക്ക് ചെയ്യാതെ, ഹാർട്ട് നോക്കാതെ കയ്യിന്റെ ഒടിവും കാലിന്റെ ചതവും അതാണ് ഒരാൾ ആദ്യം ചെക്ക് ചെയ്തെങ്കിൽ നമ്മളൊക്കെ പറയുന്നത് എന്തായാലും അലാ പാല് നോക്കുന്നത് എന്നാണ് പറയുന്നത്. ജീവനാണ് പ്രധാനം. ജീവൻ നിലനിൽക്കുന്നുവെങ്കിൽ ബാക്കി എന്ത് കുറവുണ്ടെങ്കിലും ആ കുറവുകളോട് കൂടി തന്നെയും അവന് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. ജീവൻ ബാക്കിയില്ലെങ്കിലോ, ബാക്കിയെല്ലാം ക്ലിയർ ആണെങ്കിലും ഒരു കുറവുമില്ലെങ്കിലും ജീവനില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ജീവൻ നഷ്ടമായാൽ കയ്യിലും കാലിലും കണ്ണിനും കാതിലും ഒന്നും ഒരു പരിക്കും പറ്റിയിട്ടില്ലെങ്കിലും ശരി, ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം കൊണ്ട് ഒരു കാര്യവുമില്ല. പിന്നെ കൊണ്ടുപോയി കുഴിച്ചുവിടാൻ മാത്രമാണ്, മറമാടാൻ മാത്രമാണ് ആ ശരീരം പറ്റുക.
അല്ലാതെ പ്രയോജനമില്ല. എങ്കിൽ ഇസ്ലാമിന്റെ ജീവനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്. അതിന്റെ വിശ്വാസ മേഖല. ഇബാദത്തുകൾ അല്ലാഹു തആലക്ക് മാത്രം, ആരാധനാമുറകൾ അല്ലാഹു തആലക്ക് മാത്രം. അല്ലാഹുവിനെ പോലെ യാതൊന്നുമില്ല, അല്ലാഹുവിനെ പോലെ ഒരാളുമില്ല, സമന്മാരായ ആരുമില്ല. ഈ ആശയമാണ് ഇസ്ലാമിന്റെ ജീവൻ. അതുകൊണ്ടാണ് സൂറത്തുൽ തൗഹീദ് എന്ന് പേരുള്ള സൂറത്താണല്ലോ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ തൗഹീദ്, തൗഹീദ് എന്ന അധ്യായം. ആ അധ്യായത്തിൽ എന്താണ് ആകെ പഠിപ്പിച്ചത്? നിസ്കാരം പറഞ്ഞിട്ടില്ല, നോമ്പ്, സകാത്ത്, ഹജ്ജ് ഒന്നും ആ സൂറത്തിൽ അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടില്ല. ഈ ആയത്ത്, ഈ സൂറത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. 5 ആയത്താകുന്നു. ഈ സൂറത്ത് ഖുർആന്റെ 1/3 തുല്യമാണ് എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. ഖുർആന്റെ 1/3 അത് തുല്യമാണ് ഈ സൂറത്ത്. ഈ സൂറത്തിന് സൂറത്തുൽ തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ് എന്നൊക്കെ പേര് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ആ സൂറ അതിലാകെ പറഞ്ഞത് ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു ഏകനാകുന്നു. എന്താ ഏകൻ, എന്താ അഹദ്? പടച്ചറപ്പിനെ പോലെ മറ്റൊന്നുമില്ല. പടച്ചറപ്പിന് തുല്യന്മാരില്ല, സമന്മാരില്ല. അല്ലാഹു അഹദാണ്. മാത്രമല്ല അല്ലാഹു സമദ്, അല്ലാഹു സമദാണ്. ഒരാളെയും ആശ്രയിക്കാത്തവരാണ്, ആരെയും ആശ്രയിക്കാത്തവനാണ് അല്ലാഹു തആല. എല്ലാവരും അവനെ ആശ്രയിക്കുന്നു. അല്ലാഹു തആല ആരുടെയും മകനായി ജനിച്ചിട്ടില്ല, ഒരാൾക്കും മകനായി ജന്മം നൽകിയിട്ടുമില്ല. എന്നിട്ട് പറഞ്ഞു വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവിടെ തുല്യനായി ആരും തന്നെ ഇല്ല. അല്ലാഹു തആലക്ക് തുല്യനായി ആരും തന്നെ ഇല്ല. ഈ ഒരു ആശയമാണ് ഈ സൂറത്തിലുള്ളത്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ഇഖ്ലാസ്. നിഷ്കളങ്കമായത് ഇഖ്ലാസ്, കളങ്കമില്ലാത്തത്, നിഷ്കളങ്കമായത്, കാപ്പട്ടമില്ലാത്തത്, യാതൊരു കലർപ്പുമില്ലാത്തത്, അതാണ് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്നാൽ ഫിൽട്ടർ ചെയ്യുക, ശുദ്ധീകരിക്കുക, എല്ലാ കലർപ്പിൽ നിന്നും ശുദ്ധീകരിക്കുക, ഏറ്റവും നല്ല പ്യുവറായി ക്ലിയറാക്കി മാറ്റിയെടുക്കുക, അതിനായി ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഈ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ തൗഹീദ്, ഏകനാക്കുക, ഏകത്വത്തെ അംഗീകരിക്കുക. അഥവാ ഏറ്റവും മുഖ്യമായത് ഇതാണ് എന്നർത്ഥം. ഈ സൂറത്താണ് ഖുർആനിന്റെ 1/3 തുല്യമായത്. 1/3 തുല്യമാണ് ഈ സൂറത്ത്. എന്താ കാരണം? ഖുർആന്റെ ആശയം മൊത്തമെടുത്താൽ അതിന്റെ 1/3 വചനങ്ങൾ ഈ ആശയമാണ് പഠിപ്പിക്കുന്നത്. ആറാഴ്ചയിലാരം ആയത്തുകളാണ് ഖുർആനിലുള്ളത്. അതിൽ ഏതാണ്ട് 2 ആയത്തുകൾ നേർക്കുനേരെ ഈ ആശയം പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. തൗഹീദ് പറയുന്ന, അല്ലാഹുവിന് സമന്മാരില്ലെന്ന് പഠിപ്പിക്കുന്ന, അല്ലാഹു സമദാണെന്ന് പറയുന്ന, അല്ലാഹു അഹദാണെന്ന് പറയുന്ന, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്ന ആയത്തുകളാണ് ഏതാണ്ട് 2 ആയത്തുകൾ ഖുർആന്റെ 1/3. അതുകൊണ്ടാണ് 1/3 സമമാണ് ഈ സൂറത്ത്. ബാക്കിയുള്ള ആയത്തുകളോ ഇതിന്റെ പൂർത്തീകരണമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഖുർആനു കുല്ലുഹു അത്തൗഹീദ്, അൽ ഖുർആനു കുല്ലുഹു അത്തൗഹീദ്. ഖുർആൻ മുഴുവനായും തൗഹീദാണ്. ഖുർആൻ പൂർണ്ണമായും തൗഹീദാണ്. തൗഹീദല്ലാത്ത, തൗഹീദുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒന്നും തന്നെ ഖുർആനിലില്ല. ഖുർആൻ മുഴുവൻ തൗഹീദാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്. അതെന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, ഖുർആനിലെ മുഴുവൻ ആയത്തുകളെയും പരിശോധന വിധേയമാക്കിയാൽ ആ ആയത്തുകൾ മുഴുവനും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ തന്നെയാണ്. ഒന്നുകിൽ ഖുർആനിലെ ആയത്തുകൾ നേർക്കുനേരെ തൗഹീദ് പറയുന്ന ആയത്താണ്, നേർക്കുനേരെ തൗഹീദ് പറയുന്ന ആയത്താണ്. ഒന്നുകിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്, കുല്ലു ആയത്തിൻ ഫിൽ ഖുർആനി ഫഹിയ മുതളമ്മിനത്തുൻ ലിത്തൗഹീദ്. ഖുർആനിലെ ഏതൊക്കെ ആയത്തുകളുണ്ടോ
ആ ആയത്തുകൾ മുഴുവനും തൗഹീദിനെ ഉൾക്കൊള്ളുന്ന ആയത്താണ്. ഷാഹിദത്തുൻ ബിഹി ദാഇയത്തുൻ ഇലൈഹി, തൗഹീദിനെ സാക്ഷ്യപ്പെടുത്തുന്ന തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആയത്തല്ലാത്തൊരു ആയത്ത് ഖുർആനിലില്ല. കാരണം ഒന്നുകിൽ ഖുർആൻ ആയത്ത് മൊത്തം എടുത്താൽ ഇമ്മാ ഖബർ അനില്ലാഹി വഅസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി, ഖുർആൻ ആയത്തെടുത്താൽ ഒന്നുകിൽ അല്ലാഹുവിനെ പറ്റി പറയുന്ന ആയത്തുകൾ, അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ പ്രവൃത്തികൾ, ഇത് പറയുന്ന ആയത്തുകളാണ് ഖുർആനിൽ ഒന്നുകിൽ കാണുക. അത് തന്നെയാണ് തൗഹീദുൽ ഖബരി, അല്ലാഹുവിനെ പറ്റി അറിയിക്കുന്ന തൗഹീദുൽ ഇൽമി, തൗഹീദുൽ ഖബരി എന്ന് പറയുന്നത് അതാണല്ലോ. വഇമ്മാ ദഅവത്തുൻ ഇലാ ഇബാദതിഹി വഹ്ദഹു ലാ ശരീക ല, ഇതല്ലെങ്കിൽ ഖുർആനിലുള്ള ആയത്തുകളോ ഒന്ന് ഇതാണ്. രണ്ടാമത് ഖുർആനിൽ കാണുക അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന ആയത്താണ്. അല്ലാഹുവിന് പുറമെ യാരോടെല്ലാം ആരാധന അർപ്പിക്കുന്നുവോ അതെല്ലാം ഒഴിവാക്കണം, ന്യായമല്ല, ശരിയല്ല എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ്. അതും തൗഹീദ്, അതും തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. ഇനി മൂന്നാമതായി ഖുർആനിൽ കാണുക കൽപ്പനകളും വിരോധങ്ങളുമാണ്. നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം തുടങ്ങി ഒരുപാട് കൽപ്പനകൾ, ഒരുപാട് വിരോധങ്ങൾ ഇതാണ് ഖുർആനിൽ കാണുക. അതൊക്കെയാവട്ടെ, അതൊക്കെ ഫഹിയ ഹുഖൂഖുത് തൗഹീദ്, അതൊക്കെ തൗഹീദിന്റെ ഹഖാണ്. തൗഹീദ് സ്വീകരിച്ച ഒരാൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. തൗഹീദ് ഉള്ളവൻ ചെയ്യേണ്ട കാര്യമാണ്. തൗഹീദിന്റെ ഹഖാണ്, അവകാശപ്പെട്ട കാര്യമാണ് ഒക്കെ. ഇനി അതുമല്ലെങ്കിൽ വഇമ്മാ ഖബറൻ കലാമത്തുല്ലാഹി ലിഅഹ്ലി തൗഹീദിഹി വതഅതിഹി വമാ ഫഅല ബിഹിം ഫിദ് ദുനിയ വമാ യുകിഫുഹും ബിഹി ഫിൽ ആഖിറ. ഈ മറ്റൊന്ന് ഖുർആനിൽ കാണുക വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ സഹായങ്ങൾ, വിശ്വാസം രക്ഷപ്പെട്ട ചരിത്രങ്ങൾ, അമ്പിയാക്കളെയും അനുയായികളെയും അല്ലാഹു സഹായിച്ച സംഭവങ്ങൾ, ഇതാണ് ഖുർആനിൽ കാണുക. പരലോകത്ത് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങൾ, സ്വർഗീയമായ അനുഭൂതികൾ, ഇതാണ് ഖുർആനിൽ കാണുക. ഫഹിയ ജസാഉ തൗഹീദിഹി, അതൊക്കെ തൗഹീദ് സ്വീകരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലമാണ്. തൗഹീദ് സ്വീകരിച്ചാൽ ദുനിയാവിൽ വിജയം ലഭിക്കുന്നു, ആഖിറത്തിൽ വിജയം ലഭിക്കുന്നു. ആ ആയത്തുകൾ ഖുർആനിലുള്ളത് അത് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതുമല്ലെങ്കിൽ തൗഹീദ് സ്വീകരിക്കാൻ പോയ ആളുകൾ, ശിർക്കിന്റെ ആളുകൾ, കുഫ്റിന്റെ ആളുകൾ, അവർ നശിപ്പിച്ച കഥകളാണ്, അല്ലാഹുവിന്റെ അനാപരിക ചരിത്രങ്ങളാണ്. നാളെ പരലോകത്ത് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഭയാനകമായ ശിക്ഷയാണ് ഖുർആനിലുള്ളത്. അതാവട്ടെ അതും തന്നെ തൗഹീദ് തിരിഞ്ഞു കളഞ്ഞാൽ, തൗഹീദിൽ നിന്ന് വിട്ടുപോയാൽ ലഭിക്കാൻ പോകുന്ന പര്യവസാനമാണ് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഫൽ ഖുർആനു കുല്ലുഹു ഫി തൗഹീദ്, ഖുർആൻ മുഴുവൻ തൗഹീദാണ്. തൗഹീദുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരായത്തും ഖുർആനിലില്ല എന്ന് പറയാമെന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തുകയാണ്. അതാണ് ഇസ്ലാമിന്റെ ജീവൻ തൗഹീദാണെന്ന് പറയുന്നത്. എല്ലാം ഇതിലേക്കാണ് എത്തുന്നത്. നിസ്കാരം തൗഹീദുമായി ബന്ധപ്പെട്ടാണ്. തൗഹീദില്ലേ നിസ്കാരം കൊണ്ട് കാര്യമില്ല, തൗഹീദില്ലേ നോമ്പ് കൊണ്ട് കാര്യമില്ല, തൗഹീദില്ലേ സക്കാത്ത് കൊണ്ട് കാര്യമില്ല, തൗഹീദില്ലേ മറ്റേത് രംഗത്തും അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ജീവൻ നഷ്ടമായി പോയി. ജീവൻ നഷ്ടമായാൽ ബാക്കിയെല്ലാം നിഷ്ഫലമാണ്. ജീവൻ പോയാൽ പിന്നെ കൈയും കാലും കണ്ണും കാതും ഒക്കെ ഒരു തയ്യാറുമില്ലാതെ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ജീവൻ പോയാൽ അതെല്ലാം നിഷ്ഫലമായി. തൗഹീദ് ഇല്ലാതായാൽ എല്ലാ അമലും ബാത്തിലായി. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സുമർ 65-ാമത്തെ അധ്യായം 65-ാമത്തെ ആയത്തിൽ പറയുകയാണ്. 39-ാമത്തെ അധ്യായം സൂറത്തുൽ സുമറിലെ 65-ാമത്തെ ആയത്തിൽ പറയുന്നു, നബിയേ താങ്കളാണെങ്കിൽ പോലും ലൈന അസ്തഖത യഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ താങ്കളാണെങ്കിൽ പോലും ശിർക്ക് സംഭവിച്ചാൽ എല്ലാ അമലും അതോടുകൂടി ബാത്തിലായി പോകും. നബിയേ നബി തങ്ങൾ ശിർക്ക് ചെയ്യില്ല, ശിർക്ക് ചെയ്തിട്ടില്ല, ഹറാം ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, മഅസൂമാണ്, പാപസുരക്ഷിതരാണ് പ്രവാചകന്മാർ മുഴുവൻ. എന്നിട്ട് നബിയോടും മറ്റു അമ്പിയാക്കന്മാരോടും എല്ലാവരോടും അല്ലാഹു തആല പറഞ്ഞ ആഹ്വാനമാണ്, നിങ്ങൾ ശിർക്ക് ചെയ്താലും ശരി അമലൊക്കെ ബാത്തിലാണ്. എന്താ കാരണം? ജീവനാണ് പോയത്. ശിർക്ക് ചെയ്താൽ തൗഹീദാണ് ഇല്ലാതായത്.
ജീവനാണ് നഷ്ടമായി. ജീവൻ നഷ്ടമായാൽ ബാക്കിയെല്ലാം നഷ്ടമായി. ജീവൻ ഇല്ലാതായാൽ ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമായി. നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും എല്ലാം നിലനിൽക്കുന്നത് ജീവനിലാണ്, തൗഹീദിലാണ്. അതാണ് അടിത്തറ, അതാണ് അടിവേര്, അതാണ് ജീവൻ. തൗഹീദാകുന്ന അടിത്തറയിലാണ് നിസ്കാരമാകുന്ന ചുമരുകൾ, നോമ്പാകുന്ന തൂണുകൾ, സക്കാത്താകുന്ന മേൽക്കൂരകൾ, ഇതെല്ലാം നിലനിൽക്കുന്നത് തൗഹീദ് എന്ന അടിത്തറയിലാണ്. ആ അടിത്തറ പൊളിഞ്ഞാലോ, ആ അടിത്തറ പൊളിഞ്ഞാൽ ബാക്കിയെല്ലാം താഴെ വീഴും. തൗഹീദാകുന്ന ജീവനിലാണ് ബാക്കിയെല്ലാം വർക്ക് ചെയ്യുന്നത്. ആ ജീവൻ പോയാൽ ബാക്കിയെല്ലാം പ്രയോജനമില്ലാതായി നിഷ്ഫലമായി മാറുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന അധ്യാപനം. ഇത് മൊത്തം മനുഷ്യരോട് വിളിച്ചു പറയേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കാണ്. എല്ലാ മനുഷ്യരോടും, ഹേ മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങൾ സൃഷ്ടിച്ചവരെയാണ് എന്ന്. യാ അയ്യുഹന്നാസ് വഅബ്ദൂ റബ്ബക്കും الذي خلقكم والذين من قبلكم لعلكم تتقون. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണേ എന്ന് എല്ലാ മനുഷ്യരെയും മുന്നിൽ ചെന്ന്, എല്ലാ മനുഷ്യരെയും മുമ്പിൽ ചെന്ന്, എല്ലാ മനുഷ്യരെയും വിളിച്ച് അവനോട് പറയേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കാണ്. നബിതങ്ങൾ ചെയ്ത ഉത്തരവാദിത്തം അതാണ്. അമ്പിയാക്കൾ ചെയ്ത ഉത്തരവാദിത്തം അതാണ്. നബിതങ്ങൾക്ക് വഹീ കിട്ടി, നബിയെ നബിയാക്കി നിശ്ചയിച്ചു, തൗഹീദ് പഠിപ്പിച്ചു. നബിതങ്ങൾ ചെയ്ത പണി എന്താ? നേരെ മക്കയിൽ വന്ന് കഅബയുടെ സമീപത്ത് സഫാ കുന്ന് കയറി എല്ലാവരും വിളിച്ചു. അന്ന് മക്കയിൽ പലതിനെയും ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്, വിഗ്രഹം വെച്ച് പൂജിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയെല്ലാം ആരാധിക്കുന്ന ആളുകളുണ്ട്. ലാത്തയും ഉസയും പോലെയുള്ള മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഈ എല്ലാ മനുഷ്യരെയും നബിതങ്ങൾ വിളിച്ചു കൂട്ടുകയാണ് സഫാ കുന്നിലേക്ക്. അതിന് പ്രത്യേകതയുണ്ട്. സഫാ കുന്ന് വിളിച്ചാൽ അത്രയും ഒരു എമർജൻസിയായ ആവശ്യത്തിനെ വിളിക്കൊള്ളുന്നതാണ്, അല്ലാതെ വിളിക്കില്ല. അത് മക്കത്തെ അന്നത്തെ ഒരു രീതിയാണ്. നിർബന്ധമായും വരേണ്ടുന്ന ഏറ്റവും എമർജൻസിയായ ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം സഫാ കുന്ന് കയറി വിളിക്കും. അവിടുന്ന് വിളിച്ചാൽ അറിയാം എന്തോ ഒരു വലിയ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്, ഉടനെ ചെല്ലണമെന്നാണ്. അവിടെ കയറിയിട്ടാണ് നബിതങ്ങൾ വിളിച്ചത്. സഫയിൽ കയറി നബിതങ്ങൾ വിളിച്ചു, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, ഖുറൈശി സമൂഹമേ എന്ന് വിളിക്കുകയാണ്. വിളി കേട്ടവരൊക്കെ ഓടിയെത്തി. കാരണം സഫയിലാണ് വിളിക്കുന്നത്. എന്തോ ഒരു കാര്യമായ സംഗതിയുണ്ട്. മാത്രമല്ല വിളിക്കുന്നതാവട്ടെ അൽ അമീനുമാണ്. അവ രണ്ട് പ്രാധാന്യമായി. ഒന്ന് സഫയിൽ നിന്ന് വിളി വരുന്നു, വിളിക്കുന്ന അൽ അമീനുമാണ്. എന്തോ ഒരു വലിയ അത്യാവശ്യമായ പ്രശ്നം വരാനുണ്ട്, ഒരു അടിയന്തരമായ കേസുണ്ട്, ഓടിച്ചെല്ലണം. എല്ലാവരും കൂടെ ഓടി വന്നു. എല്ലാവരും വന്ന പരമ്പരകൾ ചോദിച്ചു. ഈ കാണുന്ന ജബൽ അബീ ഖുബൈസ്, സഫാ കുന്നിന്റെ പിറകിലുള്ള ജബൽ അബീ ഖുബൈസ്, ഈ പർവ്വതം, അതിനപ്പുറത്ത് നിന്ന് ഒരു സൈന്യമില്ല നമ്മെ ആക്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അവർ അംഗീകരിക്കും. കാരണം ഇത്രയും കാലം, ഈ 10-40 കൊല്ലമായിട്ട് ഇന്നേ വരെ നീ ഒരു കളവ് പോലും പറഞ്ഞതായി ഞങ്ങൾക്കാർക്കും പരിചയമില്ല. അതുകൊണ്ട് നീ പറഞ്ഞ അംഗീകരിക്കും. നബി തങ്ങൾ പറയുകയിൽ, യാ അയ്യുഹന്നാസ് ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് വിജയിക്കാം. എല്ലാ ഇബാദത്തും അല്ലാഹുവിന് മാത്രം, എല്ലാ ആരാധനയും അല്ലാഹുവിന് മാത്രം. ഈ ലാത്തയെ എന്ന് വിളിക്കല്ല, ഉസ്സയെ എന്ന് വിളിക്കല്ല, ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കല്ല, ഇസ്മായിൽ നബിയെ എന്ന് വിളിക്കല്ല. ഇത് അല്ലാത്ത ഒരാളെയും ആരാധിക്കല്ല, ഒരാളോടും പ്രാർത്ഥിക്കല്ല, ഒരാൾക്കും നേർച്ച നേരല്ല. എല്ലാ ഇബാദത്തും റഹ്മാനായ റബ്ബിനെ മാത്രം സമർപ്പിക്കണേ. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കൂ, നിങ്ങൾക്ക് വിജയിക്കാം. ഇതൊക്കെ കേട്ടതോടുകൂടി അവരാകെ ഇളകി അവരെ പ്രഖ്യാപിച്ചു, ഇതിലാണോ ഞങ്ങൾ വിളിച്ചു കൂട്ടിയത്? ഞങ്ങൾ എന്തോ ഒരു കാര്യമായ കാര്യം പറയാൻ വിളിക്കാതെ ഇതിലാണോ വിളിച്ചത്? നാശപ്പെടാതിരിക്ക് എന്ന് പറഞ്ഞ അബൂലഹബ് ആദ്യം തന്നെ കലങ്ങി. സഹോദരികളെ, നബി തങ്ങൾ അന്ന് വിളിച്ചു പറഞ്ഞ ആ വിളിച്ചു പറയൽ
ജനങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് സഫാ കുന്ന് കയറി നബി തങ്ങൾ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം അത് പ്രഖ്യാപിക്കേണ്ടവരാണ് എല്ലാ മുസ്ലിമീങ്ങളും. എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയണം, മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ സൃഷ്ടാവിനെയാണ്. പക്ഷേ അത് പറയുന്നില്ലെന്ന് മാത്രമല്ല, അത് പറയാൻ അർഹതയില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിമീങ്ങൾ പോലും വഴിമാറിപ്പോകുന്നു. ഇന്നത് വിളിച്ചു പറഞ്ഞാൽ മനുഷ്യരെ നോക്കി ഒന്നാകെ വിളിച്ചിട്ട് മനുഷ്യരെ നിങ്ങളൊക്കെ നിങ്ങളുടെ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഒരു ഉസ്താദ് പ്രസംഗിച്ചാൽ ഏത് മനുഷ്യനെ ഉസ്താദേ നിങ്ങളല്ലേ അപ്പുറത്ത് പോയി ആരാധിക്കുന്നു, നിങ്ങളെ അപ്പുറത്ത് പോയി മരിച്ചു കിടക്കുന്ന മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ഖബറിൽ പോയി ജാറത്തിൽ ചെന്ന് ആ ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ നാട് മുഴുവൻ നേർച്ചപ്പെട്ട സ്ഥാപിച്ചിരിക്കുന്നു. ഇത് ശരിയാണോ? പിന്നെ എങ്ങനെ നിങ്ങൾ ഞങ്ങളോട് പറയുമെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇന്ന് ആ പ്രഖ്യാപനം പരിമിതമായ ആളുകളിലേക്ക് മാത്രം ഇന്ന് ഒതുങ്ങിക്കഴിഞ്ഞു. അല്ലാത്തവർക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ, ജീവിതത്തിലെ ഏത് രംഗത്തും പടച്ചളപ്പിലേക്കല്ല ഇന്ന് സമൂഹത്തെ വിളിക്കുന്നത്. ഇത് മുസ്ലിമീങ്ങൾ പോലും മുസ്ലിമീങ്ങൾ തന്നെ വിളിക്കുന്നത് അല്ലാഹുവിലേക്കല്ല, സൃഷ്ടികളിലേക്കാണ്. അമ്പിയാക്കൾ വന്നത് അല്ലാഹുവിലേക്ക് വിളിക്കാനാണ്. നബിയോട് അല്ലാഹു തആല ആവശ്യപ്പെട്ടു പറയാൻ, ഇതാണ് എന്റെ മാർഗ്ഗം, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം, ഖുൽ നബിയെ നിങ്ങൾ പറയണം, പ്രഖ്യാപിക്കണം, ഹാദിഹി സബീലി ഇതാണ് എന്റെ വഴി, എന്റെ മാർഗ്ഗം ഇതാണ്, അദ്ഉ ഇലല്ലാഹ് ഞാൻ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്, ഞാൻ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. ഞാൻ വിളിക്കുന്നു, ഞാൻ മാത്രമല്ല വമനിത്തബഅനി എന്നെ പിൻപറ്റിയവർ ആരെല്ലാം ഉണ്ടോ അവരൊക്കെ വിളിക്കുന്നത് ഇലല്ലാഹ് അല്ലാഹുവിലേക്കാണ്. അമ്പിയാക്കളെ വിളി അല്ലാഹുവിലേക്കാണ്. ഞാനും എന്നെ പിന്തുടർന്നവരും വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ് എന്ന് പറയൂ നബിയെ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ആവശ്യപ്പെട്ടത്. നമുക്ക് പറയാൻ കഴിയുമോ ഈ പ്രഖ്യാപനം? ഇത് എത്ര മുസ്ലിമീങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയും? ഹാദിഹി സബീലി ഇതാണ് എന്റെ വഴി, അദ്ഉ ഇലല്ലാഹ് ഞാൻ വിളിക്കുന്നത്, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? മാത്രമല്ല വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, വമൻ അഹ്സനു ഖൗല ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാരാ? മിമ്മൻ ദഅ ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാരാ? ആരുമില്ല. അപ്പൊ എല്ലാവരുടെയും വിളി അല്ലാഹുവിലേക്കാകണം. അതിനു പകരം ഇന്ന് വിളിക്കുന്നത് പലരിലേക്കുമാണ്. ചില മനുഷ്യന്മാർ വിളിച്ചത് CM മടവിലേക്കാണ്, വേറെ ചിലര് മുഹീദ്ദീൻ ശൈഖിലേക്കാണ്, വേറെ ചിലര് ആരാണെന്ന് പോലും അറിയാത്ത പല കേന്ദ്രങ്ങളിലേക്കുമാണ്. വേഗരക്കാരെ വിളിച്ചത് കോയപ്പാപ്പയിലേക്കാണ്. വല്ലാത്ത ഉദ്യോഗമാണ്. നബിയെ കൂടെ പറഞ്ഞതോ, പറയുക നബിയെ ഞാൻ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്, അദ്ഉ ഇലല്ലാഹ് ഞാൻ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അന വമനിത്തബഅനി ഞാനും എന്നെ പിൻപറ്റിയവരും വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. മുസ്ലിമീങ്ങളെ ആത്മാർത്ഥമായി ചിന്തിക്കുക. ഈ ആയത്ത് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും? നമ്മൾക്ക് ഓതിപ്പോയ ആയത്താണ്, സാധാരണ ഓതിപ്പോകുന്ന ആയത്താണ്, ഖുർആനിലെ വചനമാണ്. ഈ ആയത്ത് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും? അദ്ഉ ഇലല്ലാഹി ഞാൻ വിളിക്കുന്ന അല്ലാഹുവിലേക്കാണ്, ഞാനും എന്നെ പിൻപറ്റിയവരും ആ വഴിയിലേക്കാണ് വിളിക്കുന്നത് എന്ന് നബിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞുവല്ലോ. ആ പ്രഖ്യാപനം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. പകരം എന്ത് ആവശ്യം വന്നാലും അവിടെ പോയിക്കോ, ഇവിടെ പോയിക്കോ, ഇന്നടത്ത് പോയിക്കോ എന്നാണ് ഇന്ന് ഉപദേശം ലഭിക്കുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ ആൾ ഉപദേശിക്കത്തി അല്ലാഹുവിന്റെ ദുആ പറയാൻ ആൾ കുറവാണ്. നേരെ മറിച്ച് അവിടെ പോയോക്ക്, ഇവിടെ പോയോക്ക്, മമ്പോർത്ത് പോയോക്ക്, മറ്റേ ജാലത്തിന് പോയോക്ക്, അവിടെ പോയോക്ക്, ഒരു നേഴ്സിനെ നോക്ക്, ആ തങ്ങളെ പോയി കണ്ടു നോക്ക്, ഇവിടെ ഒരു ബീബിയുണ്ട് അവിടെ പോയി നോക്ക്. ഇതാണ് മനുഷ്യന്മാരുടെ ഉപദേശം. ഇതല്ല അമ്പിയാക്കളുടെ ഉപദേശം. അമ്പിയാക്കളുടെ ഉപദേശം അതല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞപ്പോൾ
ആ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയുക, അമ്പിയാക്കൾ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളുടെ ചരിത്രമാണ്, പ്രതിസന്ധികളുടെ ചരിത്രമാണ് ഖുർആനിൽ അധികവും പറഞ്ഞത്. അതന്നെ ഇവിടെ ചരിത്രം ഖുർആനിലുണ്ട്. എന്താ അവിടെ പറഞ്ഞത്? അതന്നെ ഇവിടെ ചരിത്രം ഖുർആനിൽ പറഞ്ഞപ്പോൾ ഊന്നി പറഞ്ഞ കാര്യം എന്താ? സ്വർഗത്തിന് വിലക്കപ്പെട്ട ഒരു പഴം ഭക്ഷിക്കാൻ സാഹചര്യം ഉണ്ടായതും അങ്ങനെ അല്ലാഹു തആല സ്വർഗത്തിന് പുറത്താകാൻ ആവശ്യപ്പെട്ടതുമാണല്ലോ കാര്യമായി പറഞ്ഞ ചരിത്രം. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു. അവിടെ ആദ്യം പിന്നെ പ്രാർത്ഥന പഠിപ്പിച്ചു. ഖാലാ റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തു റബ്ബേ, സ്വന്തത്തോട് അന്യായം ചെയ്തു റബ്ബേ. നീ പുറത്തു തന്നില്ല എങ്കിൽ, നീ കാരുണ്യം കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ നട്ടക്കാലിൽപ്പെട്ടു പോകും റബ്ബേ. ഈ ചരിത്രം ഖുർആനിൽ എത്ര സ്ഥലത്താണ് ആവർത്തിച്ചു പറഞ്ഞത്? ഓരോ നബിമാരെ പറഞ്ഞപ്പോഴും ഊന്നിപ്പറ ചരിത്രങ്ങൾ പറഞ്ഞു ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളെയാണ്, പ്രതിസന്ധികളെയാണ്. യാക്കൂബ് അലൈഹിസ്സലാമെ പറഞ്ഞപ്പോൾ സ്വന്തം മകൻ നഷ്ടപ്പെട്ട കഥ പറഞ്ഞു. ഒന്നല്ല രണ്ടു മക്കൾ നഷ്ടപ്പെട്ട കഥ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. അവിടെ അല്ലാഹു എടുത്തു പറഞ്ഞാ ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. യാക്കൂബ് നബിയുടെ പ്രഖ്യാപനമാണ് ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എന്റെ വിഷമങ്ങളും എന്റെ പരാതികളുമെല്ലാം ഞാൻ ആവലാതിയായി ബോധിപ്പിക്കുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. മകൻ നഷ്ടപ്പെട്ടുവെന്ന് അറിയുമ്പോൾ ആ വാപ്പാന്റെ പ്രതികരണം എന്റെ ആവലാതി ഞാൻ അല്ലാഹുവോട് പറയുന്നു. മോനെ കാണാനില്ല എന്ന് പറയുമ്പോ നിങ്ങളെ വാപ്പല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം ഒന്ന് വിളിച്ചു നോക്കൂ എന്നൊരാൾ പറഞ്ഞില്ല. യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞില്ല, ഇതാ എന്റെ ബാപ്പാന്റെ ഖബറിൽ പോകാം, ബാപ്പാന്റെ ജാറത്തിൽ പോകാം. ഇബ്രാഹിം നബിയാണല്ലോ ഏറ്റവും വലിയ അല്ലാഹുവിന്റെ ഖലീലാണല്ലോ, അതുകൊണ്ട് ആ ബാപ്പാന്റെ ഖബറിൽ പോയി പറഞ്ഞാൽ മതി, ഇതാ മോൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടങ്ങൾ, എന്റെ പരാതികൾ, എന്റെ വിഷമങ്ങളെല്ലാം ഞാൻ ആവലാതിയായി ബോധിപ്പിക്കുന്നത് അല്ലാഹുവിനോട് മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ച മാതൃക ഖുർആനിൽ എടുത്തു പറഞ്ഞു. എല്ലാ അമ്പിയാക്കളും അയ്യൂബ് അലൈഹിസ്സലാം രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. 14 കൊല്ലക്കാലം രോഗിയായി കഴിഞ്ഞുവെന്നാണ് തഫ്സീറിൽ കാണുന്നത്. അല്ലാഹു അഅലം. ആ ദീർഘമായ കൊല്ലങ്ങൾ രോഗിയായി പരീക്ഷിക്കപ്പെട്ടപ്പോഴും തന്നെ മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും നബിയുടെ ഖബർ തേടി പോയിട്ടില്ല, ഏതെങ്കിലും നബിയെ വിളിച്ച് സഹായത്തിനായി അർത്ഥിച്ചിട്ടില്ല, ഏതെങ്കിലും നബിയെ വിളിച്ചുകൊണ്ട് ഒരു കുത്തുബിയെ തിരിഞ്ഞിട്ടില്ല. നേരെ വിളിച്ച് പടച്ച റബ്ബിനോട് നിൽക്കുന്നേരെ അന്നീ മസ്സനിയല്ലാഹു, ഇലാ റബ്ബേ എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമീനാണല്ലോ, കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ നീയാണല്ലോ അല്ലാഹ്. എനിക്കിതാ ദുരിതങ്ങളും പ്രയാസവും ബാധിച്ചിരിക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടലിലേക്ക് എറിയപ്പെട്ടു, മത്സ്യത്തിന്റെ വയറ്റിൽ പോയി അകപ്പെട്ടു. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. ആ മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കടന്ന് അദ്ദേഹത്തെ പ്രാർത്ഥന പറഞ്ഞു, അല്ലാഹുവേ എനിക്കിതാ പ്രയാസം വന്നിരിക്കുന്നു, ഞാനിതാ പ്രയാസത്തിലാണ്, അതുകൊണ്ട് റബ്ബേ നിന്നിലാണ് അഭയം, നിന്നിലാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് തേടുന്ന യൂനുസ് നബിയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അല്ലാതെ ആ മീനിന്റെ മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് നേർച്ചക്കാരെ വിളിച്ചിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ടാൽ ഇബ്രാഹിം നബിയെ നേർച്ചയ്ക്ക് എന്റെ വക ഇന്ന നേർച്ച എന്ന് യൂനുസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നേർച്ച നടത്തിയിട്ടില്ല. ഇന്നോ മുസ്ലിമീങ്ങളുടെ അവസ്ഥയോ അല്ലാത്ത ജീവിതത്തിൽ പ്രയാസം വരുമ്പോഴേക്ക് അത് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ നേർച്ചയാക്കുക എന്ന എല്ലാ പ്രശ്നം തീരുമെന്ന ഈ വിശ്വാസം എവിടെ നിന്ന് വന്നു? ഇത് തൗഹീദ് എന്ന ഇസ്ലാമിന്റെ ജീവനേൽക്കുന്ന ഭീഷണിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മുസ്ലിം ഉമ്മത്ത് അവിടെയാണ്. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രയാസങ്ങൾക്കും അവർ തേടിപ്പോകുന്നത് ഒന്നുകിൽ ഖബറിലേക്കാണ്, അല്ലെങ്കിൽ സിദ്ധവേഷം കെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളിലേക്കാണ്. തങ്ങളായും ബീവിയായും ഖോജയായും ശൈഖായും ഒക്കെ
ഓരോ നാട്ടിൽ ബോർഡ് വെച്ച് കാത്തിരിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. എന്തിനും ഏതിനും അവിടെ പോയാൽ മതിയാണ്. അവിടെ നൂല് കിട്ടിയാൽ, അവിടെ വെള്ളം കിട്ടിയാൽ, ഒന്ന് മന്ത്രിച്ചൂതിയാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അത് മതി എന്നാണ് ആളുകളെ വിശ്വാസം. ഒരു വാക്ക് കിട്ടിയാൽ മതി, മൂപ്പര് പറഞ്ഞു കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട. ഒരു വാക്ക് കിട്ടിയാൽ എല്ലാം ശരിയാവും. ആ വാക്ക് കൊടുക്കുന്ന മനുഷ്യന്മാരോ ഓരായിരം വലിയ പ്രയാസത്തിലാണ് പലപ്പോഴും ഉള്ളത്. സഹോദരങ്ങളെ, എന്തു ന്യായമാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഉസ്താദുമാർ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്. റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു, അബിലാഖിലേക്ക് കടന്നു. കഴിഞ്ഞ മാസം ഫുള്ള് പള്ളികളിൽ വെച്ച് പോലും മദ്രസയിൽ വെച്ച് പോലും പിഞ്ചു മക്കളെ കൊണ്ടുപോലും അല്ലാഹു റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആശയങ്ങളാണ് പാടിപ്പറഞ്ഞെങ്കിൽ ഇന്നലെ മുതൽ എല്ലാം മാറി. ഇപ്പൊ ശൈഖ് ജീലാനിക്കാണ്. ഈ മാസം ജീലാനി ശൈഖാണ്. റബീഉൽ ആഖിർ വന്നാൽ മൊയ്തീൻ ശൈഖ് ജനിച്ച മാസമാണത്രേ. എന്നിട്ട് ഈ മാസം പൂർണ്ണമായും ഇനി ജീവിതത്തിൽ ആവശ്യമുണ്ടോ ജീലാനിയെ വിളിക്കുക തുടങ്ങി. ഇന്നലെ ഖുതുബിയത്തായും റാത്തീബായും അതേപോലെ മാനയായും മൗലീദായും പാടിക്കൊണ്ടിരിക്കുന്നു. മദ്ഹല്ല എന്നാണ് ആളുകൾ ചോദിക്കുക. മദ്ഹല്ല, കേവലം മദ്ഹല്ല. അതിനപ്പുറത്ത് ചില അപ്രമാദിത്വങ്ങൾ ആ വരികൾക്ക് കൽപ്പിക്കുന്നു. മുഹീദ്ദീൻ മാലയിലൂടെ, ഖുതുബിയത്തിലൂടെ, റാത്തീബിലൂടെ എല്ലാം ജീലാനെ വിളിച്ചു തേടുകയും ജീലാനിക്ക് പടച്ച റബ്ബിന്റെ സ്ഥാനങ്ങൾ പണിതും വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആശയമാണ് ഇതിനുള്ളത്. പേരിൽ തന്നെ ഖുതുബിയത്ത് എന്നാണല്ലോ. ഖുതുബ് എന്നാൽ അച്ചുതണ്ട് എന്നാണ് അർത്ഥം. അച്ചുതണ്ട്, എല്ലാത്തിന്റെയും കേന്ദ്രബിന്ദു, എല്ലാത്തിന്റെയും അച്ചുതണ്ട് ശൈഖ് ജീലാനിയാണ് എന്നാണ് ഈ മാലുണ്ടാക്കിയ മനുഷ്യന്മാരുടെ വിശ്വാസം. മഴ പെയ്യിപ്പിക്കുന്നത് പോലും ശൈഖാണത്രേ. ഏത് മനുഷ്യന്മാർക്ക് തർക്കണ്ടാവാം. മഴ പെയ്യുമ്പോ ആരാ മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഏതെങ്കിലും മനുഷ്യൻ തർക്കം പറയും. പഠിച്ചോനെ വിശ്വാസമില്ലാത്തവരെ ഓരും അറിയാതെ പറഞ്ഞു പോകും അത് പഠിച്ചോനാണ്. എന്നാൽ ഈ പാട്ടിൽ പറഞ്ഞതോ യാ ഖുത്ബാഹി സമാ വൽ അർളി വസഹുമാ യാ ഫൈല ഐനി വജൂദിഹിം വഗൈസഹുമാ. മുഹീദ്ദീൻ ശൈഖ് വിളിച്ചുകൊണ്ട് പറയാണ്, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ മഴ വർഷിപ്പിക്കുന്നവരെ, അരുവികൾ ഒഴുക്കുന്നവരെ, അവർക്കെല്ലാം സഹായിയായവരെ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് മഴ വർഷിപ്പിക്കുന്നവരെ എന്ന് മുഹീദ്ദീൻ ശൈഖ് വിളിക്കുന്നു. മുസ്ലിമീങ്ങളെ പള്ളികളിൽ നിന്ന് അല്ലാഹുവിനെ ഇബാദത്ത് വേണ്ടി ഉണ്ടാക്കിയ പള്ളി, ആളുകൾ വഖഫായി നൽകിയ ഭൂമി, ആളുകൾ പണം കൊടുത്തുണ്ടാക്കിയ പള്ളി, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പള്ളി, ബാങ്ക് വിളിക്കുന്ന പള്ളി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറയുന്ന, എല്ലാ ദിവസവും 5 നേരത്തെ ബാങ്കിൽ 15 പ്രാവശ്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറയുന്നത്. ആ പള്ളി അതേ മൈക്കിൽ അതേ മിഹ്റാബിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്, മുഹീദ്ദീൻ ശൈഖേ നിങ്ങളാണ് മഴ വർഷിപ്പിക്കുന്നത്, നിങ്ങളാണ് ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്കെല്ലാം അരുവികൾ ഒഴുക്കി കൊടുക്കുന്നത്. യാ ഖുത്ബാഹി സമാ വൽ അർളി വസഹുമാ, ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവരുടെ കേന്ദ്ര ബിന്ദുവായവരെ, അവിടെയെല്ലാം സഹായിയായവരെ എന്നാണ് ഖുത്ബിയത്തിൽ പാടുന്നത്. സഹോദരന്മാരെ, എത്രമാത്രം അപകടമാണ്. മാത്രമല്ല മുഹീദ്ദീൻ ശൈഖിനെ പറ്റി മാലപ്പാട്ടുണ്ടാക്കിയപ്പോൾ ആ മുഹീദ്ദീൻ മാലയെ പറഞ്ഞത് യാ ഗൗസുൽ അഅ്ലം എന്ന് അല്ലാഹ് വിളിച്ചോ പറഞ്ഞു. മുഹീദ്ദീൻ ശൈഖിനെ അല്ലാഹ് പോലും വിളിച്ചത് യാ ഗൗസുൽ അഅ്ലം, ഏറ്റവും വലിയ മഹാനായ സഹായിയെ എന്ന് അല്ലാഹ് വിളിച്ചിട്ടുണ്ട്. മുഹീദ്ദീൻ ശൈഖിനെ ഗൗസുൽ അഅ്ലം എന്ന് അല്ലാഹ് വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം അപകടമാണ് ആ ഒറ്റ വാക്കുകൾ. ഒന്ന് അല്ലാഹുവിന്റെ പേരിൽ ഒരു കളവ് പറയും. അല്ലാഹ് വിളിച്ചു എന്നുണ്ടെങ്കിൽ അത് അല്ലാഹ് പറയണം, അല്ലാതെ എങ്ങനെ അറിയാം? നബി തങ്ങൾ ജീവിച്ചിട്ടുള്ള കാലത്താണെങ്കിൽ നബിക്ക് വഹി കിട്ടും, നബി തങ്ങൾ പറഞ്ഞു തരും. ഇതൊന്നുമില്ലല്ലോ. അല്ലാഹു റസൂലിന്റെ കാലം കഴിഞ്ഞ് ഏതാണ്ട് 500 കൊല്ലമാകുമ്പോഴാണ് മുഹീദ്ദീൻ ശൈഖ് ജനിക്കുന്നത്. 470 ജനിക്കുന്നത്. ആ മുഹീദ്ദീൻ ശൈഖിനെ അല്ലാഹു തആല ഗൗസുൽ അഅ്ലം എന്ന് വിളിച്ചു എന്ന് എവിടെയാണ് കിട്ടിയത്? 2 ഗൗസുൽ അഅ്ലം എന്നാൽ ഏറ്റവും വലിയ സഹായി എന്നാണ്. ഏറ്റവും വലിയ സഹായിയെ എന്ന് അല്ലാഹ് വിളിക്കുകയോ ഒരു പടപ്പിനെ? മാത്രമല്ല
ഖുതുബുൽ അഖ്താബ് എന്നാണ് ഈ പ്രസ്ഥാനപ്പേര്. അഥവാ ഈ ലോകത്തെ മൊത്തം നിയന്ത്രിക്കാൻ ഏൽപ്പിക്കപ്പെട്ട കുറെ ഖുതുബികളത്രേ, കുറെ കേന്ദ്രബിന്ദുക്കൾ. ആ കേന്ദ്രബിന്ദുക്കളുടെ കേന്ദ്രബിന്ദു അതാ ഖുതുബുൽ അഖ്താബ്. സഹോദരങ്ങളെ, വലിയ അപകടത്തിലാണ്, വലിയ ചളിക്കുടിയിലാണ് മുസ്ലിം ഉമ്മത്ത് ചെന്ന് പിടിക്കുന്നത്, അവരെ കൊണ്ടുപോയി ചാടിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് അറിയില്ല അവരിപ്പോ എന്താ മൊയ്തീൻ ശൈഖ് വലിയ കാര്യപ്പെട്ട ആളല്ലേ, അദ്ദേഹത്തിന്റെ മദ്ഹ് പറയല്ലേ, അതിനിപ്പോ എന്താ കുഴപ്പമെന്ന് വിചാരിക്കാം. മദ്ഹ് നമുക്ക് ആരെ മദ്ഹ് പറയാം, മഹത്വമുള്ള ആരുടെയും മഹത്വം പറയാം, തർക്കമില്ല. നമ്മൾ ഉമ്മാന്റെ മഹത്വം പറയും, പാപ്പാന്റെ മഹത്വം പറയും, ഉസ്താദുമാരുടെ മഹത്വം പറയും. നമുക്ക് ആർക്കെല്ലാം മഹത്വം കൽപ്പിക്കുന്നുവോ അവരൊക്കെ മഹത്വം പറയുമല്ലോ, പറയാറില്ല. പക്ഷേ ഇത് കേവലം മദ്ഹല്ല. അതിനപ്പുറത്ത് റഹ്മാനായ റബ്ബിന്റെ, പടച്ച റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഈ പടപ്പുകളെ കൊണ്ടുപോയി വെക്കുന്നതാണുള്ളത് എന്ന് അവരോട് തേടുന്നു. വല്ലാ നീലത്തീനും എന്നെ വിളിപ്പോർക്ക് തീരം ചെയ്യും ഞാനോവർ. ഈ മാസം വ്യാപകമായി കേൾക്കാൻ പോകുന്ന വരിയാണ്. ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും ശരി, വിളിച്ചവന്റെ വായ കൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് മൊയ്തീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ട്. ഒന്നും മൊയ്തീൻ ശൈഖ് പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞാൽ ശരിയാണോ? ശരിയുമല്ല. നബി തങ്ങൾ പോലും പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചോളി ഞാൻ ഉത്തരം ചെയ്യാം. അതിനേക്കാളും മേലല്ലോ ഒരാളും. എങ്കിൽ ആ ശൈഖിന്റെ പേരിലാണ് ഈ മുഹിദ്ദീന്മാരെ കോഴിക്കോട്ടുകാർ എഴുതി വെച്ചത്. ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും ശരി, വിളിച്ചവന്റെ വായ കൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാം. ഏത് സ്ഥലത്തെന്ന് പറയുമ്പോ ഏത് ഭാഷയിലുമാകാം, ഏത് സമയത്തുമാകാം, ഏത് ആവശ്യത്തിനുമാകാം. അപ്പോൾ ഭാഷ പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല, ആവശ്യ പ്രശ്നമല്ല, ദേശ പ്രശ്നമല്ല. ആരെവിടെ എന്തിനു വേണ്ടി എപ്പ ഏത് ഭാഷ വിളിച്ചാലും ശരി, ആ വിളിച്ചവന്റെ വായ കൂടും മുമ്പ് ശൈഖ് ഉത്തരം ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭാഷകൾക്കതീതമായി, ദേശങ്ങൾക്കതീതമായി, ആവശ്യങ്ങൾക്കതീതമായി കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും സാധിക്കുന്നവൻ പടച്ചവൻ മാത്രമല്ലേ. അല്ലാഹുവാണ് സമീഉദ് ദുആ, അല്ലാഹുവാണ് മുജീബുദ് ദുആ. ദുആ കേൾക്കുന്നവൻ അല്ലാഹ്, ദുആക്ക് ഉത്തരമേകുന്നവൻ അല്ലാഹ്. അല്ലാഹു അല്ലേ സമീഉ, അവനല്ലേ ബസീർ, അവനല്ലേ ഖദീർ, അവനല്ലേ അലീം. എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനും കഴിവുള്ളവൻ അല്ലാഹു അല്ലേ എന്ന ആ സ്ഥാനത്തേക്കാണ് ഈ ഒറ്റ വരിയിലൂടെ ശൈഖിനെ കൊണ്ടുപോയി സ്ഥാപിച്ചത്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തത് കൽബിനകത്തുള്ളത് എല്ലാം കണ്ണുകൊണ്ട് കണ്ട പോലെ കാട്ടിപ്പറയുന്ന ആളാണ് ശൈഖ് എന്നാണ് മറ്റൊരു വരി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് പല ആളുകളും ചില പരാതികളുമായി വരാറുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്ന് പരാതി പറയും. ഒരാൾ കാര്യമായി വാദിച്ച് അയാളുടെ ഭാഗമാണ് ശരി സ്ഥാപിക്കും. ഒരു പക്ഷെ മറ്റാൾക്ക് അങ്ങനെ പറഞ്ഞു സ്ഥാപിക്കാൻ കഴിവുണ്ടാവില്ല, പക്ഷെ അയാളുടെ ഭാഗമായിരിക്കും ശരി. എന്നാൽ നിങ്ങൾ വന്ന് വാദിച്ച് സ്ഥാപിക്കുമ്പോൾ ആ ഒരു സംസാരം കേട്ട് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനം പറയും. പക്ഷെ മനസ്സിലാക്കിക്കൊള്ളുക, അങ്ങനെ വാദിച്ച് ജയിച്ചിട്ട് അവനാന്റെ ഭാഗം ന്യായമാണെന്ന് വ്യാജമായി സ്ഥാപിച്ച് അവന് ഞാൻ വെള്ളം അങ്ങ് തീരുമാനമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലാക്കിക്കോട്ടെ, അവൻ നരകത്തീയാണ്, അവൻ ഓരി വെച്ച് കൊണ്ടുപോയത് എന്ന് അവൻ മനസ്സിലാക്കട്ടെ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. എന്റെ അടുത്ത് തട്ടിപ്പ് നടക്കൂല, എല്ലാവരും കൽബ് ഞാൻ അറിയും എന്നല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ നബിക്കെതിരെ എന്തെല്ലാം കെണികൾ വെച്ചു. ഉഹദിൽ വാരിക്കുഴിയുണ്ടാക്കി. ഉഹദ് വേളയിൽ മുശ്രിക്കീങ്ങൾ ഒരു വലിയ കുഴി കുത്തിയിട്ട് അതിന് മേലെ കമ്പം ചുള്ളൊക്കെ വെച്ച് ഇല വെച്ച് മൂടി മണ്ണിട്ടു. കുഴിയാൽ അറിയാത്ത വിധത്തിൽ നബി തങ്ങൾ വരുമ്പോൾ ആ കുഴിയിലേക്ക് വീണു. അവിടുത്തെ നബി തങ്ങൾ പറഞ്ഞു, എന്താ പറ്റി വിചാരിച്ചത്? ഞാനെല്ലാം അറിയാണല്ലേ, നിങ്ങൾക്ക് ഇപ്പോഴത് മനസ്സിലാക്കിയല്ലേ എന്ന് പറഞ്ഞു. ഇല്ല, എത്ര സംഭവങ്ങളുണ്ടായി. ജൂതപ്പെണ്ണ് വിഷം കൊടുത്ത നബിക്ക് നമുക്കെല്ലാം അറിയാം. വീട്ടിക്ക് സൽക്കരിച്ചു, നബി തങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചു. അവിടെ ചെന്നു, നല്ല ആട്ടിൻ മാംസമുണ്ട്. അങ്ങനെ അത് നബി തങ്ങൾ പാകം ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തു. നബി തങ്ങൾ എടുത്ത് വായിലേക്ക് വെച്ചു.
കൂടെയുള്ള സ്വഹാബിമാർ കഴിച്ചു. അപ്പോഴേക്ക് ജിബ്രീൽ അലൈഹി വസല്ലം വന്നു, നബിക്ക് വഹി കൊടുത്തു, നബിയെ വിഷമുണ്ട്, പെട്ടുപോകരുത്. അപ്പോഴേക്ക് വായു വെച്ചു പോയി. നബി തങ്ങൾക്ക് മനസ്സിലായ വഹി കിട്ടിയപ്പോ പിന്നീട് വഫാത്താകാൻ കിടക്കുമ്പോൾ നബി തങ്ങൾ പറയുന്ന വാക്കുണ്ട്, അന്ന് ഖൈബറിൽ വെച്ച് ആ യഹൂദി പെണ്ണിന് തന്ന വിഷത്തിന്റെ വേദന ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തേ കാരണം? ആ യഹൂദി പെണ്ണ് മനസ്സിലാക്കിയിട്ടില്ല നബി അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. ഉമർ ഖത്താബിനെ കുത്തേൽപ്പിച്ചാണല്ലോ അദ്ദേഹം ഷഹീദായി. നിസ്കരിക്കാൻ പള്ളിയിൽ വന്ന് ഇമാം നിൽക്കുമ്പോഴാണ് കുത്താമെന്നാണ് മെഹ്റാബിനപ്പുറത്ത് ഖിബലയുടെ ഭാഗത്ത് പള്ളിയുടെ പുറത്ത് ഒരു വലിയ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിന്റെ മറുവിൽ ബാറിക്കൽ നിസ്കാരം തുടങ്ങട്ടെ എന്നൊരു കേറിയിട്ട് കുത്താം. ഉമർ ഖത്താബിനെ പറ്റി അയാൾ മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ മാറിനാലും എല്ലാം മറഞ്ഞ കാലം മറിയുന്നവരാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഉമർ ഖത്താബ് തന്നെ അവിടെ നിൽക്കുമ്പോ പറയടാ പൊയ്ക്കോ, അതൊക്കെ ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞു. ഇല്ല, നിസ്കാരം ആരംഭിക്കുന്നു, ഫാത്തിഹ കഴിഞ്ഞു, സൂറത്ത് ആരംഭിച്ചു. ആ സമയത്താണ് കേറി വന്ന് കുത്തിയത്. ആ കുത്തേറ്റ് വീണു. അതിനെ തുടർന്ന് പിന്നീട് ഉമർ ഖത്താബ് ഷഹീദായി, വഫാത്തായി. എത്ര സംഭവങ്ങൾ! ഇന്നോ അതൊന്നുമല്ല. ഇന്നിപ്പോ കോയപ്പാപ്പക്കടക്കം ലോകത്തൊക്കെ എല്ലാം അറിയാം. കോയപ്പാപ്പ ഈ നാട്ടിൽ ജീവിച്ച് കണ്ട മനുഷ്യന്മാര് മരിച്ചില്ല. കണ്ട ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആരാ കോയപ്പാപ്പ? എന്താ അവസ്ഥ? ഈ വേനൽക്കാലത്താണ്. പക്ഷെ അവിടെ പോയി ജാറുണ്ടാക്കിയിട്ട് എന്ത് ആവശ്യമുണ്ടോ അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിന് ആളുകൾ വരാനും പണം കൊടുക്കാനും നേർച്ച തരാനും അവിടെ പോയി പ്രാർത്ഥിക്കാനും താജുൽ ഔലിയ ഔലിയാക്കന്മാരെ കിരീടമെന്ന് പേര് വെച്ചിട്ട് ആ പേര് സ്വീകരിക്കാനും മനുഷ്യന്മാർ തയ്യാറാണ്. ഇപ്പൊ ഒരു വീഡിയോ കോയപ്പാപ്പാടെ കറാമത്തൊക്കെ വെച്ചിട്ട് ഒരു വലിയൊരു വീഡിയോ, ഒരു മണിക്കൂറുള്ള വീഡിയോ. അതിനുവേണ്ടി മാത്രം കറാമത്ത് കണ്ടുപിടിക്കാൻ അതിന് ഒരു എപ്പിസോഡ് കോയപ്പാപ്പയുണ്ട്. അപ്പൊ അതിന് എന്തെല്ലാം കറാമത്തുണ്ട്. കോയപ്പാപ്പ കാക്കയെ സൽക്കരിക്കുന്ന, കാക്ക വന്നാൽ ആട്ടൂല, കാക്കയ്ക്കൊപ്പം ഭക്ഷണം കൊടുക്കുന്ന. അപ്പൊ എന്തോ പറഞ്ഞു, എടാ കാക്കയ്ക്ക് വലിയ ആയുസ്സാണ്, അതുകൊണ്ട് റസൂലുള്ളാഹിനെ കണ്ട കാക്ക ചേപ്പുണ്ടാവും, അതായിരിക്കും നീ വന്നത്. അപ്പൊ നബിയെ കണ്ട സ്വഹാബി കാക്കച്ചി അത് വന്നതായിരിക്കും. പിരാന്തായ അതുപോലും കറാമത്തായി കൊണ്ടെടുക്കും. ഈ രൂപത്തിന് എല്ലാവരും കണ്ട് ബോധ്യപ്പെട്ട് മാനസികമായി നിലനിട്ട് ജീവിച്ച് നിസ്കാരം പോലുമില്ല, വസ്ത്രം പോലുമില്ലാതെ ജീവിച്ചൊരു മനുഷ്യൻ ഇവിടെ പല സ്ഥലത്തും പോയാൽ കോയപ്പാപ്പയുടെ ഫോട്ടോ എപ്പോഴും കാണാൻ, പല സ്റ്റുഡിയോയിലും കാണാം. വലിയ വർക്കത്താണല്ലോ അറിയില്ല, അവിടെ ഫ്രെയിമിൽ വെച്ച് ഫോട്ടോ ഉണ്ട്. വ്യാപാരി വ്യവസായി ഇറക്കിയ തേങ്ങ ചൈത്രം പറയുന്ന പോലെ സുവനീറുണ്ട്, അതിൽ കാണാൻ കോയപ്പാപ്പാന്റെ ഫോട്ടോ. വെച്ചെടുക്കുന്ന ആകെ ഒളിച്ച് ചീഞ്ഞായ വല്ലാത്ത അവസ്ഥയുടെ ഫോട്ടോ കാണാം. ആ മനുഷ്യരാണിപ്പോ താജുൽ ഔലിയ ഔലിയാക്കന്മാരെ കിരീടം. ലോകത്ത് വന്ന എല്ലാ ഔലിയാക്കളും സഹാബത്തും താബഈകളും മുതൽ മൊത്തം ഔലിയാക്കന്മാരെ കൂടിയാൽ ഓരോ കിരീടമാരാ ഈ കോയപ്പാപ്പ. ഇതാണ് അവസ്ഥ. അതിന് വേറെ പതിപ്പാണ് സി എം മടവൂർ. ഇവിടെ ഒരു കോയപ്പാപ്പയാണെങ്കിൽ അവിടുത്തെ ഒരു കോയപ്പാപ്പയാണ് സി എം മടവൂർ. അത്രേ ഉള്ളൂ, ഓർമ്മയില്ല. അയാളാണ് ഇപ്പൊ മുദബ്ബിറുൽ ആലം, ലോകം മൊത്തം നിയന്ത്രിക്കുന്നത്. ലോകം ഒന്നായി കൺട്രോൾ ചെയ്യുന്നത് അയാളാണ്. കഴിഞ്ഞ ആഴ്ച ഒരു അറബി വന്നപ്പോ ഞാൻ അയാൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ വലിയൊരു ആള് വന്നിട്ടുണ്ട്, മൂപ്പാണ് ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്നത്, മുദബ്ബിറുൽ ആലം മൂപ്പനാണ്. അപ്പൊ അയാൾ പറഞ്ഞു, എന്താ മൊത്തം കേരളത്തിലാക്കി വെച്ചു, മൊത്തം കൺട്രോൾ നിങ്ങളുടെ നാട്ടിലാക്കി വെച്ചു, ശരിയല്ലോ നോക്ക്. ഏത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കും മനസ്സിലാവില്ലേ? എന്നിട്ട് അത് ന്യായീകരിക്കാനും മനുഷ്യന്മാരാണ്. അതിന് വാഴറിയാം, അത് ആയത്തോല ഹദീസ് പറയാ, അത് കിതാബ് ധരിക്കാൻ എന്താ പറഞ്ഞാല് എന്താ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അതാണ് സി എം പടച്ചോളവരെ പറഞ്ഞിട്ടും അത് ന്യായീകരിക്കാൻ ഉസ്താദുമാർ ഇറങ്ങിയില്ല. സി എം പടച്ചോലാണെന്ന് ഒരാൾ പാട്ടിറക്കിയപ്പോ അത് ന്യായീകരിക്കാൻ പോലും ഉസ്താദുമാരുണ്ടായി. അവരെ പറഞ്ഞെന്താണ്? അങ്ങനെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ശിർക്കാവുന്നില്ല, അധമകേടാണ്, അധമകേടാണ്, പറയേണ്ടതല്ല. പടച്ചോളാണ് അതല്ല പറയേണ്ടത്. പറയേണ്ടതൊക്കെ കുത്തുബിൽ ആലെന്നോ മുദബ്ബിൽ ആലെന്നോ ഒക്കെ പറയാം. പക്ഷെ പടച്ചോന്ന് പറഞ്ഞാൽ അത് അധമകേടാണ്, ശിർക്കൊന്നും വരൂല. കാരണം എന്താ?
സ്വയം കഴിവ് ചോദിക്കുന്നില്ല, പടക്കാള കഴിവ് അല്ല കൊടുത്തു എന്ന് ചോദിച്ചാൽ പോലെ. ഇപ്പൊ CM ഒരു ആകാശം പടച്ചു, ഭൂമി പടച്ചു എന്ന് വിശ്വസിച്ചാലും ശിർക്ക് വരൂല. കാരണം എന്താ? ആകാശം പടക്കാളെ കഴിവ് പഠിച്ചോ കൊടുത്തതാണ് എന്ന് വിചാരിച്ചാൽ മതി. കൊടുത്തിട്ടില്ലെങ്കിലോ ആ വിചാരം കൊടുത്തായിരുന്നു ശിർക്കിന്റെ പ്രശ്നമില്ല. മാത്രമല്ല, ഈ പാട്ടിറങ്ങിയപ്പോ പേരോട് ഉസ്താദ് പറഞ്ഞു ഇത് കുഫറാണ്, ചെയ്താൽ ഇസ്ലാമിൽ പുറത്തു പോകും എന്ന് പറഞ്ഞപ്പോൾ പേരോട് ഉസ്താദിന്റെ ഒരു അടിയായി വേറെ ഉസ്താദ് രംഗത്ത് വന്നു. അല്ല ഉസ്താദ്, ഞങ്ങളെ പഠിപ്പിച്ചത് കൊടുത്ത കഴിവ് ചോദിച്ചാൽ ശിർക്കില്ലാതെ പിന്നെ ഞങ്ങൾ പറയാതെ. സഹോദരന്മാർ, അവിടെയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് എത്തിയിരിക്കുന്നത്. എവിടെ 4 കല്ല് വെച്ച് പൊന്തിച്ചാലും അവിടേക്ക് പോയി പ്രാർത്ഥിക്കുന്നിടത്തേക്ക് മുസ്ലിമീങ്ങൾ മാറി. തങ്ങൾ ഓടിച്ചാൽ മതി, അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ബാക്കി നോക്കണ്ട, തങ്ങൾ ഉണ്ടായാൽ മതി. വീടിന്റെ മുമ്പിലൊക്കെ തങ്ങൾ പേരാണ് വെച്ചാൽ പിന്നെ അവിടെ ആൾക്കാർ വരും. എന്തൊരു പ്രശ്നം തീർക്കാൻ, കളഞ്ഞു പോയ സാധനം കിട്ടാൻ, രോഗം ശിഫയാകാൻ, സന്താനം ഉണ്ടാകാൻ, ജോലി ശരിയാവാൻ, വിസ കിട്ടാൻ തുടങ്ങി ഏത് ആവശ്യമുണ്ടോ എല്ലാത്തും അവിടെ പോയാൽ മതി. അങ്ങനെ എല്ലാ നാട്ടിലും ഓരോന്നൊക്കെ തട്ടി ഒപ്പിച്ചു കൊണ്ടുണ്ടാക്കി. ഇനി കുറച്ചു കാലം കഴിയുമ്പോ വലിയ കാര്യപ്പെട്ട ആളായി മാറും. ഇപ്പൊ എന്തോ ജമലുലേരി രാത്രി ഒട്ടകം നടത്തും. ജമലുലേരിയാണ് രാവട്ടകം, ജമലുലേരി. ഈ തലമുറ മാറുമ്പോഴേക്ക് കറാമത്ത് അങ്ങനെ പുറത്തു വരും. അപ്പൊ അങ്ങനെ പിന്നെ അവിടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. സഹോദരങ്ങളെ, ഇതൊന്നും ദീനുമായി യാതൊരു ബന്ധവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകാൻ കിടക്കുന്ന ദിവസങ്ങൾ സഫർ മാസം 30-നാണ് നബിക്ക് രോഗം ആരംഭിച്ചത്. റബീഉൽ മാസം 12-നാണ് നബി വഫാത്തായത്. ആ ദിവസങ്ങളിൽ സഹാബിമാർ പലരും നബിയെ കാണാൻ വന്നു. അവസാനത്തെ 5-6 ദിവസങ്ങൾ വല്ലാത്ത വേദനയാണ്. പലപ്പോഴും ബോധം നഷ്ടപ്പെടുകയാണ്. പറയാണ്, ഞാൻ നബി തങ്ങളെ കാണാൻ ചെന്നു. നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് നബി തങ്ങൾ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് ഞാൻ ചെന്നു നബിയെ കാണാൻ. അങ്ങനെ ചെന്ന് നബിയെ സന്ദർശിക്കാനായി ചെന്നപ്പോൾ നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. എന്താ പറയുന്നത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അമ്പിയാക്കളുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതിനാൽ യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് എന്ന് സ്വഹാബി പഠിപ്പിക്കുകയാണ്. മറ്റൊരു സ്വഹാബി അനസ് പറയാണ്, ഞാൻ നബിയെ കണ്ടു. നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ഖബ്ല യമൂത ബിസലാസിൻ, നബി തങ്ങൾ വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് ഇതേ കാലം ഞാൻ കേട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിൽ എന്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായത്. ആ അവസാന സമയങ്ങളിൽ നബി തങ്ങൾക്ക് ബോധമില്ല. ഒരു പുതപ്പ് കൊണ്ട് ഒന്നാകെ പുതച്ചു മൂടി കിടക്കുകയാണ്. തൊട്ടടുത്തൊരു പാത്രത്തിന് വെള്ളമുണ്ട്. ഇടയ്ക്ക് നബി തങ്ങൾക്ക് ബോധം വരും. ആ ബോധം തടയുമ്പോ നബി തങ്ങൾ തന്റെ കൈ കൊണ്ട് ആ വെള്ളത്തങ്ങനെ മുക്കിയിട്ട് മുഖമിങ്ങനെ തടവും. ഇടയ്ക്ക് വീണ്ടും ബോധം പോകും. പിന്നെയും ബോധം തടയും. ആ ബോധം തടയുമ്പോൾ വീണ്ടും കൈ നനക്കും, കൈ കൊണ്ട് മുഖം തടവും. ഇങ്ങനെ ബോധം വന്നും പോയി നിൽക്കുകയാണ്. അതിനിടയിൽ നബി തങ്ങൾ എന്തോ പറയുന്നു. ഞാൻ ശ്രദ്ധിച്ചു നോക്കി, എന്താവരുടെ വസിയത്തുമാണോ, പ്രത്യേകിച്ച് വല്ലതും പറയാനുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നബി തങ്ങൾ പറയുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദി നസാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അവർ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. കണ്ടോ? ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി അമ്പിയാക്കളുടെ ഖബറുകൾ. അതിനാൽ അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
വഫാത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ പോലും പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി പറയാണ് യുഹദ്ദിറു മാ സ്വനഉ. നബി തങ്ങൾ ആ സമയത്ത് അത് പറയാൻ കാരണം അവരൊക്കെ ചെയ്തതുപോലെ ഈ ഉമ്മത്ത് ചെയ്യുമോ എന്ന പേടി കൊണ്ടാണ്. നബി വഫാത്താകാൻ പോവുകയാണ്, വഫാത്തായ ഖബറുണ്ടാകാൻ പോവുകയാണ്. ആ ഖബറും അതേപോലെ ആരാധനാ കേന്ദ്രമായി മാറുമോ എന്ന ഭയം കൊണ്ടാണ് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. അമ്പിയാക്കളെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയവർ ശപിക്കപ്പെട്ടുവെങ്കിൽ ഭ്രാന്തന്മാരെ ഖബർ പോലും ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയതിനെ കുറിച്ച് എന്താ പറയുക? സഹോദരങ്ങളെ, വലിയ അപകടത്തിലേക്കാണ് ഉമ്മത്ത് പോകുന്നത്. അതുകൊണ്ട് തൗഹീദ് സ്വീകരിക്കാനല്ലാതെ വേറെ പരിഹാര മാർഗങ്ങളില്ല. ജീവനാണ് നഷ്ടമാകുന്നത്, ഇസ്ലാമിന്റെ ജീവനാണ് ഇതിലൂടെ നഷ്ടമാകുന്നത്. ഇത്തരം സിദ്ധന്മാർ, ആൾ ദൈവങ്ങൾ, ഈ വക ചികിത്സാരികൾ ഇവരോട് സംഭവിക്കുന്നത് നമ്മുടെ ഇസ്ലാമിന്റെ ജീവൻ നഷ്ടമാവുകയാണ്. എന്തിനും ഏതിനും അത്തരം കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾ, ഏലസ് കിട്ടാത്ത മുസ്ലിമീങ്ങൾ ഇല്ല എന്നിടത്തേക്കാണ് ഇപ്പൊ സാഹചര്യങ്ങളിൽ പോകുന്നത്. എല്ലാരെയും കഴുത്തിലും അരയിലും കയ്യിലും കാലിലുമൊക്കെ പലതരം നൂലും ഏലസും കിട്ടിയിട്ട് നടക്കുന്നത്. എന്താ കാരണം? ഇത് കിട്ടിയാൽ മതി, പ്രശ്നമില്ല, തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരെ വന്ന് തങ്ങളെ കണ്ട് തങ്ങൾ നൂല് കൊടുത്ത് അവർ തങ്ങൾക്ക് പൈസ കൊടുത്തിട്ടാണ് തങ്ങളെ കാര്യം നടക്കുന്നത്. അത് മനുഷ്യന്മാരായിരിക്കും. ഇങ്ങനെ നൂലും ഏലസും ചരടുകളും ഒക്കെയായി അതിന് അഭയത്തോടുന്ന മനുഷ്യന്മാർ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന റുഖാ വത്തമാഇമ വത്തിബത ശിർകുൻ. ഏലസുകളെ, ഉറുക്കുകളെ, അത്തരം മന്ത്രങ്ങളെ അതൊക്കെ ശിർക്കാവുന്നു തീർച്ച. ഏലസും ഉറുക്കുമൊക്കെ റബ്ബിൽ പങ്കു ചേർക്കലാണ്. കാരണം ഒരു നൂല് കെട്ടുമ്പോ പിന്നെ ആശ്രയം ആ നൂലിലേക്ക് മാറി, അവരെല്ലാം നൂലായി മാറി, ചരടായി മാറി. വീട്ടിൽ കുപ്പി നോക്കിയിട്ട് മനുഷ്യന്മാരെ കാണാം. വീട്ടിൽ 4 മൂലക്കിലും ഓരോ കുപ്പി. എന്താ? ഏതോ തങ്ങള് പറഞ്ഞാണ് അവിടുത്തെ സെറ ഒഴിവാകാൻ ആ കുപ്പി മതി. ചുമന്റെ ഒരേ ദിശയിൽ ഓട്ടകുത്തിയ വീട് കാണാം, മുസ്ലിം വീടുകൾ. പോക്കി വരവ്, പോക്കി വരവ്. ആരാ പോകാനും വരാനുള്ളത്? ശൈത്താൻ. മറന്നില്ല, മനുഷ്യന്മാർക്ക് വന്നു പോകാൻ അവിടെ വാതിലുണ്ട്. ശൈത്താൻ വന്നു പോകാനാണ് ഈ ഓട്ട. അങ്ങനെ ഒരു ഓട്ട കുത്തിയിട്ട് അതേ ഡയറക്ഷനിൽ അവസാനത്തെ ചുമര് വരെ ഓട്ടം ഉണ്ടാവും. ആ ഓട്ട പോക്കി വരവരാണ്. എന്തോ അസുഖം വന്നപ്പോ ഏതോ തങ്ങപ്പാപ്പ പറഞ്ഞു ചുമര ഓട്ടാക്കിയപ്പോ സോക്കേട് മാറും ചെയ്തു. സോക്കേട് മാറിയേക്കാം, പരീക്ഷണമാകും, മാറിയത്. ഇബ്രാഹിമിനെ തീയിലേക്ക് ഇട്ടപ്പോ ആ തീയിലേക്ക് നേർച്ചയാകുന്ന മനുഷ്യന്മാർക്ക് അസുഖം മാറിയത് ചൈത്രത്തിൽ കാണാം. ഇബ്രാഹിം നബിയെ കരിക്കാൻ വേണ്ടി തീ കുണ്ടാരം ഒരുക്കിയപ്പോ അന്ന് പല മനുഷ്യന്മാരും രോഗം മാറാൻ വേണ്ടി ആ തീ കുണ്ടാരത്തിലേക്ക് വിറക് നേർച്ച. ആ നേർച്ച മനുഷ്യന്മാർ അസുഖമൊക്കെ മാറി. അതൊരു പരീക്ഷണമായി. എന്നതുപോലെ ചിലപ്പോ ഓട്ടാക്കുന്നതോട് മാറും. ചിലർ പറയും, നിങ്ങൾ ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പുളിമരണ്ട്, അതാ വെട്ടിക്കളി. അങ്ങനെ എത്ര വീടുകൾ മരം വെട്ടി ഒഴിവാക്കിയവർ, കക്കൂസ് പൊളിച്ചു മാറ്റിയവർ, കിണർ തൂർത്ത് അപ്പുറത്ത് കിണറുണ്ടാക്കിയവർ, അടുക്കള മാറ്റിയവർ എല്ലാം കാണാൻ പറ്റും. മുസ്ലിമുകൾക്ക് എന്താ സഹോദരന്മാരെ? അതിലൊക്കെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിൽ തവക്കുലാക്കുന്ന വിശ്വാസിക്ക് എന്താ ദുഃഖം? എന്നും രാവിലെ വെട്ടി നടക്കുമ്പോ അതും ചൊല്ലി ഇറങ്ങുന്നത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതും ചൊല്ലിയിട്ട് ഒരു മുസ്ലിം വീട്ടുന്നതാണ് ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, എല്ലാവിധ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പടച്ച റബ്ബിനല്ലാതെ യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. ഇത് ചൊല്ലാത്ത ദിവസമുണ്ടോ മുസ്ലിമീങ്ങൾക്ക്? 5 നിസ്കാരം കഴിഞ്ഞാലും ആവർത്തിക്കുന്നു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല റബ്ബേ. പഠിച്ചോനെ, നീ തന്നാൽ തടുക്കാൻ ആരുമില്ല,
നീ തടഞ്ഞാലോ തരാനും ആളില്ല. എങ്കിൽ റബ്ബ് തന്ന രോഗം മാറ്റാൻ ആരുടെ നൂലിനാ സാധിക്കുക, ആരുടെ എൽസിനാ കഴിയുക, ഏത് തങ്ങൾക്കാ സാധിക്കുക, ഏത് ബീവിക്കാ കഴിയുക, ഏത് ജാറത്ര ശൈഖിനാ സാധിക്കുക? ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തി ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനില്ല. അതല്ലേ നമ്മുടെ വിശ്വാസം. ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹ് മതി. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ലാഹ് മതി. തവക്കൽതു അല്ലാഹ്, എല്ലാം ഇതാ പടച്ച റബ്ബിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതല്ലേ നമ്മുടെ പ്രഖ്യാപനം. പക്ഷേ ഈ വിശ്വാസം ഇതൊരു വിശ്വാസമായി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. നാവുകൊണ്ട് പറച്ചേ ഉള്ളൂ, നാവുകൊണ്ട് പറച്ചേ ഉള്ളൂ, വിശ്വാസമായി ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. ശർറുകൾ പലതും വരാം, മനുഷ്യന്മാർ ശർറുണ്ടാകാം, ശൈത്താൻ ശർറുണ്ടാകാം. അവിടെ കാവലിനായി റബ്ബിനോട് തേടാനാ പഠിപ്പിച്ചത്. ഭക്ഷണം കഴിക്കുമ്പോൾ ശൈത്താൻ ഒപ്പം കഴിക്കാൻ ശ്രമിക്കും. അതിന് ഓട്ടമുണ്ടാക്കല്ല വേണ്ടത്. നേരെ മറിച്ച് ബിസ്മില്ലാ എന്ന് ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ ശൈത്താൻ പറയും ഞമ്മക്ക് ഇവിടെ പറ്റൂല. അതാണ് ഇവരെ പഠിപ്പിച്ചത്. അതൊരു ഓട്ടത്തിലുണ്ട്. ഓനെങ്കിലും ഔത്തുകൾ ഇരിക്കട്ടെ തീരുമാനിച്ചാൽ ഉള്ള ബർക്കത്ത് പോവുകയുള്ളൂ. അപ്പൊ ശർറ് ചിലപ്പോൾ കുറയും. കാരണം ഓൻ തൃപ്തിയായി ഇവനെ ഇടങ്ങാതാക്കണ്ട. അതാ സംഭവിക്കും. മറ്റു നബികൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല പറയൂ. എങ്കിൽ പിശാച് ഒപ്പുള്ള ശൈത്താൻ പറയും ലാ മബീതലക്കും വലാ അശാ, നിങ്ങൾക്കിവിടെ രാത്രി താമസിക്കാനും പറ്റൂല, നിങ്ങൾക്കിവിടെ രാത്രി ഭക്ഷണവുമില്ല. അതാണ് ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ നാമം ചൊല്ലി റബ്ബിൽ തവക്കുലാക്കി ഇറങ്ങുമ്പോൾ പിന്നെ എല്ലാ ശർറും ഒഴിഞ്ഞു പോകും. ശർറില്ലാതെ ശർറുണ്ടാവും. ആ ശർറില്ലാതാക്കാൻ ശൈത്താനെ പിടിക്കല്ല വേണ്ടത്, ശിർക്കിലേക്ക് പോകല്ല വേണ്ടത്. അത് ഇല്ലാതാക്കാൻ പടച്ച റബ്ബിലേക്ക് കുറച്ചുകൂടെ അടുക്കുകയാണ് വേണ്ടത്. ഭാര്യ ബന്ധം നടക്കുമ്പോൾ, ശാരീരിക ബന്ധം നടക്കുമ്പോൾ പിശാചിനെ വരാൻ ശ്രമിക്കും. നബി ഞങ്ങളെ പഠിപ്പിച്ചാണ്. എന്താ ചെയ്യേണ്ടത്? നബി ഞങ്ങളെ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാൻ ഫീമാ റസഖ്തനാ. അബ്ബേ, ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റേണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്താനങ്ങളിൽ നിന്നും നീ പിശാചിനെ അകറ്റേണമേ. ഇതാണ് പരിഹാരം. കുട്ടി ജനിച്ചാലും ആ ശർറിൽ കാവൽ തേടുക. ഖുർആൻ പഠിപ്പിച്ചു. മറിയം ബീവിയുടെ ജനനം. മറിയം ബീവി ജനിച്ചപ്പോൾ ഉമ്മയുടെ പ്രാർത്ഥന വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. അല്ലാഹുവേ, ഇവളെയും ഇനി ഭാവിയിൽ ഇവളുടെ സന്താനങ്ങളെയും ഒക്കെ റജീമായ ശൈത്വാനിൽ നിന്ന് എന്നോട് യാ റബ്ബേ കാവൽ ചോദിക്കുന്നു. അതാണ് നമ്മുടെ പ്രാർത്ഥന. എല്ലാ സമയത്തും ബിസ്മില്ലാഹ് ചൊല്ലുക, അല്ലാഹുവിനെ നാമം ഉച്ചരിക്കുക, റബ്ബിൽ തവക്കുലാക്കുക, റബ്ബിലേക്ക് എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ചേർന്നിരിക്കുക. എങ്കിൽ ഒരു ശർറും നമ്മളെ ബാധിക്കില്ല. അല്ലാതെ നേരെ ഒരു മുറ്റത്തൊരു മൂച്ചുണ്ട്, ആദ്യമായി പൂവിട്ടാല് അപ്പോഴേ കൊണ്ടുപോയി വെച്ച് കർത്തനൂല്. എന്താ ശർറ് തടുക്കാൻ? ശർറ് തടുക്കാൻ കർത്തനൂലിന് പ്രത്യേകിച്ച് ശക്തിയില്ല. പാടത്ത് കൃഷിയിടത്തിന് കോലം കുത്തി വെക്കാണ്. കരിങ്കണ്ണ നോക്കൂ, ആൾരൂപം ഉണ്ടാക്കി വെക്കുന്നു, ചട്ടിക മഴത്തി വെക്കുന്നു. ഒരു പുതിയ വീടുണ്ടാക്കുമ്പോ അഭിപ്രായം വേണ്ട, കരിങ്കണ്ണ നോക്കൂ. കിബറല്ലേ? അഭിപ്രായം വേണമായിരിക്കും. അഭിപ്രായം അപ്പ പറയണം. എല്ലാ പണി കഴിഞ്ഞിട്ട് ഒരിക്കലും വിളിക്കുമ്പോ അഭിപ്രായം വേണ്ട കാര്യമുണ്ട്. ആ പണി അടക്കുമ്പോൾ അഭിപ്രായം പറയട്ടെ. ഇത് എല്ലാ പണിയും കഴിഞ്ഞ് കുടിക്കൽ ഇത് ഈ ചുമല അപ്പുറത്താണെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹ് ആദ്യം പറയണ്ടേ, ആദ്യം പറയാ ഇവിടെ എരിച്ചെന്താ അഭിപ്രായം വേണ്ടതാണ്. ഇത് അഹങ്കാരമാണ്. എഴുതിയൊക്കെ എല്ലാ അഭിപ്രായം പറയാം. വാട്സാപ്പ് നമ്പർ കൊടുക്കുക, മെസ്സേജ് അയച്ചാൽ മതി. അതാ വേണ്ടത്. ഇതല്ല അഭിപ്രായം വേണ്ട, നിങ്ങൾക്ക് പോകാം, കരിങ്കണ്ണ നോക്കൂ. എന്തെല്ലാം അന്ധവിശ്വാസം. വലിയ വലിയ അണ്ണാച്ചിനോട് പോകുമ്പോ കാണാം അതിന്റെ മുന്നിൽ ഒരു ചെറുനാരങ്ങയും ഒരു മുളകും. അതെന്തിനാ? അപകടം. ഏതോ സിസ്റ്റം കൊടുത്തതാണ്. അതിന് കൊടുത്തു 500 രൂപ. 500 രൂപ സിസ്റ്റം കൊടുത്തു, ഒരു മുളകും കൊടുത്തു, ഒരു ചെറുനാരങ്ങയും കൊടുത്തു. അവിടെ കെട്ടി തൂക്കിക്കൊന്ന അത് തൂക്കി നീ സാധനം വിജയിക്കാണ്. ഈ നാരങ്ങ തൂക്കിയാൽ പിന്നെ ഒന്നും വരില്ല. അപ്പുറത്തെ ബാക്കിൽ ഒരു വണ്ടി ഫുള്ള് നാരങ്ങ ലോഡുമായി വരുമ്പോ വന്നിട്ട് അത് കാര്യമുള്ളൂ. ആ വണ്ടി ഫുള്ള് ചെറുനാരങ്ങയാണ്. എന്നിട്ട് ആ വണ്ടി പറയുന്നു, എന്നിട്ട് പോലെ ഒരു നാരങ്ങ തൂക്കിയിട്ടാല് മലയാളക്ക്. അപ്പൊ വിശ്വാസം എന്താ? ഇത് ഇവിടെ കെട്ടിയാല് പിന്നെ ആ ഷെയ്ഖിന്റെ ഒരു കാവലുണ്ടാവും. അപ്പൊ ഇന്ന് വാട്സാപ്പിൽ കണ്ടു ഒരു ബൈക്കിന്റെ ഫോട്ടോ.
ഒരു ബൈക്ക്. എന്താ ഈ വാഹനത്തിന്റെ ഐശ്വര്യം മമ്പളം തങ്ങൾ. ഇന്ന് കണ്ട ഈ വാഹനത്തിന്റെ ഐശ്വര്യം മമ്പളം തങ്ങൾ. മറ്റു പല നമ്മൾ കാണുന്നുണ്ട് ഈ വീടിന്റെ ഐശ്വര്യം ഗുരുവായൂരപ്പനൊക്കെ സാധാരണ കേൾക്കുന്നുണ്ട്. അല്ലാത്ത വീട്ടിലൊക്കെ അവിടേക്ക് നമ്മളും എത്തി. സഹോദരങ്ങളെ, ഇതൊക്കെ ഏത് പ്രമാണമാണ് പഠിപ്പിച്ചത്? ഏത് ദീനാണ് നിനക്ക് നൽകിയത്? പടച്ചറബിൽ തവക്കുലാക്കുന്ന, അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, ഖദാ വിശ്വാസമുള്ള, ഈമാൻ കാര്യം അംഗീകരിക്കുന്ന, ഇസ്ലാം കാര്യം അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് ഇതൊക്കെ ആലോചിക്കാൻ പറ്റും. എല്ലാ കടലിൽ പോയൊക്കെ അവിടെ കാണാം കുത്തിവരച്ച പല കളങ്ങളുണ്ടാവും. കടയുടെ ബർക്കത്തിന് വേണ്ടി, വീടിന്റെ ബർക്കത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഓരോരുത്തർ കുത്തിക്കുളിച്ചു കൊടുത്ത തകിടുകളോ ചിത്രപ്പണികളോ ഒക്കെ കാണാം ഫ്രെയിം ചെയ്ത് വെച്ചത്. എന്തിനാണ്? ബർക്കത്തുണ്ടാകാൻ. ക്യാഷ് കൗണ്ടറിൽ കാണാം കാലാകാലം എടുക്കാത്ത 5 രൂപയുടെ കോയിൻസ്. അത് തങ്ങപ്പാപ്പ കൊടുത്താണ് ഇതവിടെ അതിന്റെ തങ്ങൾക്ക് 500 കൊടുത്തിട്ടുണ്ട്. 5 കിലോ 500 ആണ് കൊടുത്തത്. ബർക്കത്ത് തങ്ങൾക്ക് നമുക്കല്ല. കാരണം 10 5 കൊടുത്താല് 10 500 5000 ലാഭം നമുക്ക്. ഈ 5 ചെലവഴിക്കൊന്നുമില്ല. അത് കാലാകാലം ആ മേശയിൽ വെക്കുക, അല്ലെങ്കിൽ പേഴ്സിൽ വെക്കുക. അത് കാലാകാലം ബർക്കത്തിന്. അതവിടെ ഉണ്ടായാൽ പിന്നെ പ്രശ്നമില്ല. ഇങ്ങനെ ഹോൾസെയിൽ റീറ്റെയിലേക്ക് കൊടുക്കാനുള്ള സാധനമല്ല ബർക്കത്ത്. ബർക്കത്തിന്റെ ഉടമ പടച്ചറപ്പാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവരുടെ കയ്യിലാണോ സർവ്വാധികാരമുള്ളത്, അവനാകുന്നു ബർക്കത്തുടയവൻ. തബാറക, ബർക്കത്തുടയവൻ അവനാണ്. അവരുടെ കയ്യിലാണോ എല്ലാ ആധിപത്യവും എല്ലാ അധികാരവും, അവനാണ് ബർക്കത്തുടയവൻ. ബർക്കത്ത് ചോദിക്കേണ്ടത് അല്ലാഹുവിനോട്. ബർക്കത്താണ് വർദ്ധിച്ച നന്മ, സിയാദത്തുൽ ഖൈർ, ഖൈറിലെ വർദ്ധനവ്. അതാ ബർക്കത്ത്. രണ്ടാളെ കച്ചവടം തുടങ്ങി, ഒരേ കച്ചവടം അടുത്തടുത്ത്. ഒരാൾക്ക് നല്ല കച്ചവടമുണ്ട്, മറ്റൊരാൾക്ക് വെറുതെ ഈ നാട്ടിൽ നമ്മൾ പറയും ഇവനൊരു ബർക്കത്തുണ്ട്. അതെന്താ? മറ്റൊരില്ലാത്ത ഖൈർ ഇവനെ കിട്ടി. അതാ ബർക്കത്ത്. 4 മക്കളിൽ ഒരാള് നല്ല ഉഷാറായി പോയി, നമ്മൾ പറയും ആ മോന്റെ കാഴ്ച അതൊരു ബർക്കത്തെന്നു. അഥവാ മറ്റു മക്കൾക്ക് ലഭിച്ചതിനേക്കാൾ അധികമായ ഖൈർ ഈ മകനുണ്ടായി. ഖൈർ നൽകുന്നവനാരാ? അല്ലാഹു തആല. എങ്കിലും വർദ്ധിച്ച ഖൈറോ? ഏതായാലും അല്ലാഹു തആല. ഖൈർ നൽകുന്നവൻ അല്ലാഹ്. വർദ്ധിച്ച ഖൈർ ബർക്കത്ത് അത് നൽകുന്നവൻ എങ്ങനെ തകപ്പാപ്പാവ? അതാണ് എല്ലാ ബർക്കത്തിന്റെയും ഉടമ അല്ലാഹു തആല. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ ബർക്കത്ത് നൽകണേ. അല്ലാഹുവോട് ബർക്കത്ത് ചോദിക്കും. ബർക്കത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്. സമയത്തിന് ബർക്കത്ത്, ആരോഗ്യത്തിന് ബർക്കത്ത്, അറിവിന് ബർക്കത്ത്, കച്ചവടത്തിന് ബർക്കത്ത്, സന്താനത്തിന് ബർക്കത്ത്, എല്ലാം വേണം നമുക്ക്. ആ ബർക്കത്ത് നൽകുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടല്ലേ ഒരാള് കച്ചവടം ആരംഭിക്കും, നമ്മൾ പറയാം നാളെ പുതിയ കട ഉദ്ഘാടനം ചെയ്യാണ്, നമ്മൾക്ക് എന്താ പറയാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബർക്കത്ത് ആവശ്യമാണ്. ഒന്നിലില്ലാത്ത ബർക്കത്ത് മറ്റൊന്നിൽ അല്ലാഹു നൽകിയേക്കാം. ആ ബർക്കത്ത് നൽകാൻ അല്ലാഹു ആരും ഏൽപ്പിച്ചില്ല. അല്ലാഹു ഒന്നിച്ചു കൊടുത്തിട്ട് ഈ ബാക്കി ജീവിതം ചെയ്തു വന്നിട്ട് അങ്ങനെ ഏൽപ്പിച്ചു പോയ ഹോൾസെയിൽ ഏജന്റുമാര് ബർക്കത്തിലില്ല. നാട്ടിലങ്ങനെയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ തൗഹീദാകുന്ന ഇസ്ലാമിന്റെ ജീവനെ, അടിത്തറയെ പ്രതികൂലമായി ബാധിക്കുന്ന, തകർത്തെറിയുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ നമുക്ക് തേടാൻ നമ്മുടെ റബ്ബ് മതി, നമുക്ക് തവക്കുലാക്കാൻ അല്ലാഹ് മതി. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രയാസങ്ങൾക്കും എനിക്ക് പോയി സങ്കടം പറയാൻ എനിക്ക് എന്റെ റബ്ബ് മതി. ആ റബ്ബിന് മേൽക്കുമിടയിൽ ഇടയിൽ ആള് പോലും ആവശ്യമില്ല. പരിചയപ്പെട്ട ആള് വേണ്ട, ഇടയാളന്മാര് വേണ്ട. എപ്പോഴേ ഇടയിൽ ആളുണ്ടാകാ നമ്മളെ പരിചയമാകും. മന്ത്രിയെ കാണാൻ പോകുമ്പോ ഇടയിൽ ആള് വേണം. കാരണം എന്താ? മന്ത്രിക്ക് നമ്മളറിയാം, മന്ത്രിക്ക് നമ്മെ അറിയില്ല. അപ്പൊ നമ്മെയും മന്ത്രിയെയും അറിയുന്ന ഒരാൾ കൂടെ പോരാം. ഇതിന് പോയി ഇയാൾ നമ്മുടെ സ്വന്തം ആളാണ്, നമ്മുടെ നാട്ടുകാരാണ്, വേണ്ടപ്പെട്ട ആളാണ്, ഇയാൾക്ക് പ്രശ്നമുണ്ട്, ഒന്ന് കേട്ടിട്ട് പരിഹരിച്ചു കൊടുക്കണം. ഇടയിൽ ആളാവശ്യം അറിയാതെക്കുമ്പോഴാണ്. പടച്ചറപ്പ് നമുക്കുമിടയിൽ ആള് വെക്കാൻ ഒരു ഇടയുണ്ടെങ്കിലല്ലേ. അങ്ങനെ പരിചയപ്പെട്ട ആളാവശ്യം. അങ്ങനെ ഇടയിൽ ആളെ വെച്ചാൽ യഥാർത്ഥം എന്താ സംഭവിക്കും? ഒരാൾ പോയിട്ട് അല്ലാഹു പറയാ ഇവരിങ്ങനെ ബാങ്കിന്റെ പേരാണ്, ഇന്നെ പ്രസിഡന്റ് പ്രസിഡന്റോ ആയിക്കൊടുക്കാൻ വേണ്ടി എന്ന് അല്ലാഹു ചോദിക്കും. ഈ പ്രശ്നം നൽകിയതാരാ? പഠിച്ചോന്നല്ലേ. പിന്നെ പഠിച്ചതാരാ? അല്ലാഹു അല്ലേ. ആ അല്ലാഹുവിനെ പോയിട്ട് പരിചയപ്പെടുത്താൻ ആളുകളോ ഇല്ല. കയ്യിൽ കിട്ടിയിരുന്നാൽ നിസ്കാരത്തിൽ പാത്രം എന്താ?
വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിം. എന്റെ മുഖമിതാ ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക് ഞാൻ മുഖം തിരിച്ചിരിക്കുന്നു. ഹനീഫ നേർക്കുനേരെ, ഹനീഫൻ നേർക്കുനേരെ, ഋജുമനസ്കരായി ഇടയിൽ ആളില്ലാതെ നേർക്കുനേരെയില്ല റബ്ബിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ എങ്ങനെ ഇടയിൽ ആളുകേറി? സഹോദരങ്ങളെ, അതുകൊണ്ട് വലിയ വലിയ അബദ്ധങ്ങൾ നമ്മിൽ സംഭവിച്ചു പോയി. പഠിക്കണം നമ്മൾ. ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക, റബ്ബിനെ മനസ്സിലാക്കുക. ഏത് മനുഷ്യന്മാരും നിസ്സാരന്മാരാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ വലിയുൽ ഹമീദ്. സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു പരിചയപ്പെടുത്തി, മനുഷ്യരെ അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ ഫഖീറുമാരാണ്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് ഫഖീറുമാരാണ്, അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അല്ലാഹുവാണ് വലിയ ധന്യൻ, അല്ലാഹുവാണ്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ. അല്ല, അമ്പിയാക്കൾക്കും ബാധകമാണ്, മഹാന്മാർക്കും ബാധകമാണ്, തങ്ങൾമാർക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. എല്ലാവരുടെയും വായു റബ്ബ് നൽകിയ വായു, എല്ലാവരും കുടിക്കുന്ന വെള്ളം അല്ലാഹു കൊടുത്ത വെള്ളം, എല്ലാവരും കഴിക്കുന്ന അന്നം അല്ലാഹു നൽകിയ അന്നം, വസിക്കുന്ന ഭൂമി റബ്ബ് സൃഷ്ടിച്ച ഭൂമി, എല്ലാം പടച്ചവന് കിട്ടിയത് മാത്രം. എല്ലാവരും ഫഖീറുമാണ്. അവിടെ പോയിട്ട് എന്നെ സഹായിക്കുന്നു പറഞ്ഞാൽ അതിനർത്ഥമില്ല. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇസ്തിഗാസത്തുൽ മഖ്ലൂഖി ബിൽ മഖ്ലൂഖി കസ്തിഗാസത്തുൽ ഗരീഖി ബിൽ ഗരീഖ്. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരുത്തൻ മുങ്ങി മരിക്കാൻ പോകുന്ന മറ്റൊരുത്തരോട് രക്ഷിക്കണേ പറയും പോലെയാണ്. രണ്ടാൾ മുങ്ങിയിട്ട് രണ്ടാൾ മരിക്കാൻ പോകുമ്പോൾ ഒരുത്തൻ പറയണം എന്നോട് രക്ഷപ്പെടുത്തുക. ഇതുപോലെയാണ് സൃഷ്ടിയോട് സഹായം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാണ് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി. ജയിലിൽ പിടിക്കപ്പെട്ട ജയിൽ പുള്ളി മറ്റൊരു ജയിൽ പുള്ളിയോട് സഹായം ചോദിക്കും പോലെയാകുന്നു. അറസ്റ്റ് ജയിലടച്ചപ്പോ ഇന്നലെ കൊണ്ടിട്ട് മറ്റൊരുത്തരോട് അപ്പോൾ ചോദിക്കണം ഇന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. എന്താ പറയാ, വല്ലതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തേ, അന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതുപോലെയാണ് സൃഷ്ടിയോട് സഹായം അർത്ഥിക്കൽ എന്ന് പഠിപ്പിച്ച ആളാണ് മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി. പക്ഷെ അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ഇപ്പൊ സഹായത്തെ തേടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുക, ദീന് പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഹദീസുകൾ പഠിക്കുക. സാധാരണ ജീവിതത്തിൽ പാലിക്കുന്ന പ്രാർത്ഥനകളെങ്കിലും അർത്ഥമുണ്ട് പഠിക്കാൻ തയ്യാറാവുക. ഇസ്ലാമിന്റെ ജീവൻ തൗഹീദാണ്. ആ ജീവൻ ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ജീവൻ ഉണ്ടാകണം, എന്നിട്ട് ബാക്കി ഉണ്ടാവുകയും വേണം. ബാക്കിയെല്ലാം ഇബാദത്തുകൾ, അഅ്മാലു സ്വാലിഹാത്ത് എല്ലാം ഉണ്ടാകണം. തിന്മയിൽ നിന്ന് മാറി നിൽക്കണം, നന്മകൾ പരമാവധി വർദ്ധിപ്പിക്കണം. പക്ഷെ എല്ലാം അടിത്തറ ശരിയായി. അടിത്തറയില്ലാതെ ചുമര് പഠിക്കാൻ പറ്റില്ല, അടിത്തറയില്ലാതെ മേൽക്കൂര വാർക്കാൻ പറ്റുന്നല്ലോ, അടിത്തറയില്ലാതെ പെയിന്റ് അടിക്കാൻ പറ്റുന്നല്ലോ. എങ്കിൽ അടിത്തറയായ തൗഹീദ് അത് ആദ്യം ശരിയാക്കുക. അതിന് മുകളിലാണ് നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും, ദിക്റും, ദുആയും, സ്വലാത്തും, തസ്ബീഹും അടക്കമുള്ള ബാക്കിയെല്ലാം പടുത്തുയർത്തപ്പെടേണ്ടത്. ഇല്ലെങ്കിൽ അത് നിലനിൽപ്പില്ല. അതുകൊണ്ട് ആ തൗഹീദ് പഠിക്കാനും ജീവിതത്തിന്റെ ഭാഗമാക്കാനും നാം പരിശ്രമിക്കണേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് മുതൽ അങ്ങോട്ട് വ്യത്യസ്തങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം സമാപനം എന്നോണം ഡിസംബർ 15 ഇൻഷാ അല്ലാഹ് വേങ്ങര ടൗണിൽ ബഹുമാനീയ ഹുസൈൻ സലഫി അടക്കം പങ്കെടുക്കുന്ന മണ്ഡലം മുജാഹിദ് ആദർശ സമ്മേളനം നാം പ്ലാൻ ചെയ്യുന്നു. അതിലും എല്ലാവരും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ വറഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.